എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞോളൂ. നമ്മള് ദർശനത്തിന് പോകുമ്പോ നമ്മൾ ആദ്യമായിട്ട് വിചാരിച്ചത് നമുക്ക് ടിക്കറ്റ് ഒക്കെ നിങ്ങൾ ശരിക്കും ഇതാക്കി തരും, അങ്ങനെയാണ്. അത് ആദ്യം തന്നെ നിങ്ങൾ പറഞ്ഞിരുന്നു അവിടെ പോയിട്ട് എടുക്കരുതെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ ആ തർക്കത്തിൽ കടക്കാരും മാത്രം ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുള്ളൂ. ബാക്കിയൊക്കെ വളരെ ശരിയായി കിട്ടി, കുഴപ്പമുണ്ടായില്ല. വളരെ സന്തോഷം ഉണ്ടാ കാര്യത്തില്. പിന്നെ പറയാനുള്ളത് മുൻപത്തെ ഒരു നിങ്ങളുടെ ഒരു ടീമല്ല ഇപ്പോഴത്തെ ടീം. മുമ്പുണ്ടായിരുന്ന ഒരാള്, ആളെ കുറ്റം പറയല്ല, അയാള് മാതിരിയല്ല ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ കോർഡിനേറ്റർ. ടീമാണല്ലോ. അങ്ങേര് വളരെ ഇതായിട്ട് നമുക്ക് ഓരോ അമ്പലങ്ങളിൽ എത്തുമ്പോഴും അമ്പലത്തിന്റെ കാര്യങ്ങളും അതിന്റെ ഐതിഹ്യങ്ങളും എല്ലാം വ്യക്തിപരമായി പറഞ്ഞ് നമുക്ക് തരുന്നു. അത് ഞങ്ങൾ ആദ്യം 4 വർഷം മുമ്പ് പോയിട്ടും ഞങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങൾ ഞാൻ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത്. അമ്പലത്തിൽ പോയി തൊഴുതു വരുന്നതിന്റെ കാരണങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഇവിടെ എല്ലാ ആൾക്കാരുടെയും കൂട്ടത്തിലുള്ള ആൾക്കാർ നമുക്ക് കറക്റ്റ് ഞങ്ങളൊക്കെ അമ്പലത്തിൽ പോയാലും വന്ന് കടന്നുറങ്ങുമ്പോഴൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കുള്ള ഭക്ഷണം ശരിയാക്കാൻ വേണ്ടി ഒരു ടീം പ്രവർത്തിക്കുന്നത് വളരെ വളരെ പ്രോംപ്റ്റ് ആയിട്ടുള്ള ടീം. ഞങ്ങൾ അറിയുന്നില്ല ഇത് എങ്ങനെയാണ് നിങ്ങളിത് ചെയ്യുന്നത്. രാത്രി ഞാൻ ഉച്ചയ്ക്ക് ചോദിച്ചു എങ്ങനെയാണ് ചോറ് ഉച്ചയ്ക്ക് 1.5 മണിക്ക് ഉണ്ടാക്കിയത്. അതിനുവേണ്ടി പ്രവർത്തിച്ച ഷിബു, ഹരി, എന്തൊക്കെയാണുള്ള പേര് കറക്റ്റായിട്ട് അറിയാൻ 2-3 ചേട്ടന്മാർ, ശശി, ഇവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ ശരിക്കും സാരഥിയായി കൊണ്ടുപോയിരുന്ന നമ്മുടെ ഡ്രൈവർ ഭായി വളരെ വളരെ ആത്മാർത്ഥത്തോടെ ഇതായിട്ടുള്ള ആള്. അതൊക്കെ ഓരോരോ കാരണങ്ങൾ നിങ്ങൾക്ക് എടുത്തെടുത്ത് പറയാൻ ശ്രീപാർവതിക്ക് അതൊരു മുതൽക്കൂട്ടാണ്. എല്ലാ സംഗതികളും ഉണ്ട് എന്നുള്ള കാര്യം പറയാം. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തെ ഭക്ഷണമൊക്കെ ഞങ്ങൾ വീട് വിട്ടാൽ ഭക്ഷണം കിട്ടുന്നത് ഇപ്പോൾ ഇവിടുന്നാണ് നല്ലൊരു ഭക്ഷണം കഴിക്കും നല്ലതെന്നുള്ളത് പറയും. അത് ഇന്നലെ വൈകുന്നേരത്തെ മാത്രമേ ഒരു ലേശം ഭക്ഷണം, അത് കുറ്റം പറയാൻ പറ്റില്ല. ഞങ്ങൾ രാത്രി വരുമ്പോഴേക്കും തണുത്ത് പോയി അങ്ങനെ ഉണ്ടായിട്ടുള്ള കാര്യമാണ്. ഇത്രയൊക്കെ കാര്യം എനിക്ക് പറയാനുള്ളത്. പിന്നെ എല്ലാവർക്കും വളരെ ഒരു കുടുംബമായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം ശ്രീപാർവതിക്കുള്ളത്. ശ്രീപാർവതി അനുദിനം പ്രവർത്തിച്ച് ഒരു ടൂറിസ്റ്റ് മേഖലയിൽ വലിയൊരിതായിട്ട് വരട്ടെ. പക്ഷെ അധികം വലുതായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. ഗുരുവായൂർ അമ്പലം മാതിരിയാണ്. ഞങ്ങൾക്ക് അധികം വലുതായി പ്രവൃത്തി ചെയ്ത് വരുമ്പോ നമുക്ക് തീർച്ചയായും വരാനൊക്കെ ബുദ്ധിമുട്ട്. നമ്മള് 1 കോടി രൂപ ഉണ്ടെങ്കിലും 1 രൂപ ഉണ്ടെങ്കിലും ഞാൻ എപ്പോഴും അതൊക്കെ നല്ല സന്തോഷമാണ്. ഇവനും അങ്ങനെ ഞാൻ ഇവനോ അല്ലെങ്കിൽ നമ്മുടെ അനിക്കോട്ടിനോ അങ്ങനെ അൽഷിബോ അങ്ങനെ എത്ര പേരുണ്ടെങ്കിൽ തിരുപ്പതി യാത്രയിൽ കുറച്ച് കാലം പോയതിനു ശേഷം കുറച്ചു കാലം ഗ്യാപ്പ് ഉണ്ടാവാൻ കാരണം ഞാൻ ഇവിടെ വളരെ തിരക്ക് പിടിച്ച് പോയതിന്റെ പേരിലും മകളുടെ കല്യാണം അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയതിന്റെ പേരിൽ ഞാൻ പിന്നെ ഓരോ ട്രിപ്പ് മാറി മാറി വെച്ചു. ഇപ്പോഴാണ് ഞങ്ങള് എനിക്ക് ജോലി പ്രൈവറ്റ് സ്ഥാപനത്തിലാണെങ്കിലും വൈഫിന് ജോലി ബാങ്കിലായതുകൊണ്ട് ലീവ് കിട്ടേണ്ട പ്രശ്നമുണ്ട്. എല്ലാ പ്രശ്നം 2 ദിവസം ലീവ് മുടക്കായതിന്റെ പേരിലാണ് ഇപ്പൊ വന്നത്. അപ്പൊ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇനി വരാനുള്ള സ്ഥലത്ത് തിരുപ്പതി അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞങ്ങളെ വിവരം അറിയിക്കുക. ഇത്രയൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പിന്നുള്ളത് ഇനി വലുത് ഓർമ്മ വേണ്ടി ഞാൻ പറയാം. എന്തായാലും നന്നായിട്ടുണ്ട്, വളരെ സന്തോഷമായിട്ടുള്ളൊരു ജേണി ആയിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. തിരുപ്പതി ഭഗവാന്റെ ദർശനം ക്ലിയർ ആയിട്ട് സന്ധ്യയിലും മറ്റു അമ്പലങ്ങളിൽ പോകാൻ പറ്റിയത് 5 അമ്പലങ്ങളിലും പോകാൻ പറ്റിയതിലും വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. നമ്മുടെ ശ്രീമതി ശ്രീനാരായണൻ ചേട്ടൻ എന്താ പറയാനുള്ളത്? വളരെ ഹാപ്പിയാണ്. കുറെ കാലത്തിന് ശേഷമാണ് ഞങ്ങളിപ്പോ ഇങ്ങനെ ഒരു യാത്ര പോകണം. ശ്രീപാർവതിയുടെ തെരഞ്ഞെടുക്കാൻ കാരണം നിങ്ങളുടെ ആ മുമ്പത്തെ സേവനം നമ്മൾ വളരെ യാത്രകൾ നമ്മൾ നല്ല കമ്പനി ആയിരിക്കണം. കമ്പനി ആയില്ലെങ്കിൽ നമ്മൾ കമ്പനി ആക്കും. അങ്ങനത്തെ നമുക്കിനും മിണ്ടാണ്ടിരിക്കാൻ നമുക്ക് ഇഷ്ടമില്ല. നമ്മളൊരു ബോറായിപ്പോ ഒരു യാത്ര സുഖം തന്നെ ആവില്ല. ഒരു പാട്ട് പഠിക്കോ അന്നലൂഞ്ഞാൽ പൊൻപടിയിൽ ആട് ആട് ആടാട് ആ നിലയിൽ പള്ളി കൊള്ളും ആരോമലും നീ ആടാട് ആട് ആട് ആടാട് അന്നലൂഞ്ഞാൽ പൊൻപടിയിൽ ആട് ആട് ആടാട്. സൂപ്പർ. നല്ലതാണെങ്കിൽ നല്ലതാണ് മാത്രം പറഞ്ഞാൽ മതി. അത് നല്ലൊരു സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, പറയൂ. മൈക്ക് ചേർത്ത് പിടിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കത് മുഴുവൻ കേൾക്കാൻ പറ്റും. യാത്ര വളരെ നന്നായിരുന്നു. ഓക്കെ, ഇഷ്ടമായി. പക്ഷെ ഞങ്ങൾക്ക് ഈ
ലൈഫിനെ കുറിച്ച് ബുദ്ധിമുട്ട് കയറുന്ന ഇറങ്ങുന്നതിൽ ഒരു ചെറിയ വിഷയം. ഓക്കെ, ജയശോഭയ്ക്ക് അങ്ങനെ ചെറിയ വിഷയം ഉണ്ടായിരുന്നു. ജയശോഭയോട് ഞങ്ങൾ വളരെ സോറി പറയാണ്. അല്ലെങ്കിൽ ജയശോഭയുടെ ഇങ്ങനത്തെ ഒരു അവസ്ഥ നമുക്കറിയില്ലായിരുന്നു. ഇനി പറയും. ബാക്കിയെല്ലാം കൊണ്ട് ഓക്കെയാണ്. വൃത്തിയായി. ഓക്കെ, സന്തോഷം. ജയശോഭയ്ക്ക് എന്താ പറയാനുള്ളത്? ജയശോഭ എന്ന് വിളിക്കുന്നതിന് പറയേണ്ട പേരൊന്നും നോക്കരുത്. എനിക്ക് 68 വയസ്സായ ആളാണ്, മനസ്സിലായോ? അതാ ഇപ്പൊ 68ആയി. ഇല്ല, യാത്രയൊക്കെ നന്നായിരുന്നു. ഞങ്ങളിപ്പോ നിങ്ങളുടെ കൂടെ 3ാമത്തെ പ്രാവശ്യമാണ്. ഓക്കെ, ഇനി എവിടെയെങ്കിലും പോവാനുണ്ടെങ്കിൽ ഓക്കെ. ഒരു വളവിൽ തന്നെ കൈയുടെ ഓർമ്മയ്ക്കായിട്ട് അല്ലേ? അപ്പൊ ജയശോഭ നമ്മള് ഇപ്പൊ ജയശോഭ പറയുന്നു നമ്മൾ അടുത്ത കൂടി നാളെ രാവിലെ നമ്മളത് മറ്റേ പ്രോഗ്രാം ക്ലിയർ ആക്കി. ജയശോഭയ്ക്ക് കയറാൻ ബുദ്ധിമുട്ടുണ്ടായ ഒരു സ്റ്റാൻഡ് നമ്മൾ നാളെ തന്നെ റെഡിയാക്കി വെക്കും കേട്ടോ. നെക്സ്റ്റ് ടൈം എന്നുള്ളൊരു ഇത് അല്ലെങ്കിൽ മറ്റന്നാളെന്നുള്ള രീതിയിലില്ല, നാളെ തന്നെ അതിന്റെ പ്രോഗ്രാം ചെയ്ത് വെക്കും. ഓക്കെ, അപ്പൊ ജയശോഭയ്ക്ക് അങ്ങനെ ഉണ്ടായൊരു വിഷമത്തില് ഞങ്ങളും ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. അങ്ങനെ ഒരു സംഭവത്തിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. ഇനി അങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കും. ഓക്കെ, ബാക്കി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ ഓക്കെ, ഹാപ്പി ആണോ? ഓക്കെ, താങ്ക് യു. വന്നപ്പോ ഞങ്ങളെ എങ്ങനത്തെ ഒരു മൂഡായിരിക്കും എന്നുള്ളത് മനസ്സിലായോ? അങ്ങനെ ഒരു ബാഡ് ഇംപ്രഷൻ പോലെ. ഓക്കെ, അല്ല നിങ്ങൾ വന്ന് ജോയിൻ ചെയ്തപ്പോ ശ്രീ പാർവതി ഇപ്പൊ നിഷ അവരോട് പറഞ്ഞിട്ട് അക്ഷരം പോലും സംസാരിച്ചിട്ടില്ല. നിഷ നല്ല പേര് അല്ലേ? രശ്മി അല്ലേ? രശ്മിയുടെ എന്നിട്ട് യാതൊരു സംസാരം രശ്മി ഇപ്പോഴാണ് ചിരിച്ച് കണ്ടേക്കുന്നത് ഈ വൈകുന്നേരം ഈ 6 മണിക്ക് ശേഷം. അതിന് മുമ്പ് വരെ രശ്മിയുടെ മോനും മിണ്ടൂല. ആ ഒരു പ്രസന്റേഷൻ നമുക്ക് പറ്റില്ല. നമ്മൾ നിങ്ങളെ കാണുന്നത് നമ്മൾ ചിരിച്ച് ഹാപ്പി മൂഡിലാണ് നമ്മളോട് നിങ്ങൾ കളിക്കുക. അപ്പൊ ഞങ്ങൾ ശരിക്കും നിങ്ങളുടെ മുമ്പിൽ ഒരു കോമാളിയാവണം. ഞങ്ങൾക്ക് ഇപ്പം ആവശ്യമില്ല ഇങ്ങനെ. പക്ഷെ നമ്മളങ്ങനെ നമ്മൾ യാത്ര പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു 80-70% ഉണ്ടെങ്കിൽ അത് 100% ഹാപ്പി ആക്കി തരാം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരെയും സഹകരണം ഉണ്ടായി. എല്ലാവരും നമ്മളെ ഹാപ്പി ആയിരുന്നു അല്ലേ? അനിക്കുട്ടൻ ഹാപ്പി ആണോ? അപ്പൊ നിങ്ങളുടെ ഒരു ചെറിയൊരു പാട്ട്, നിഷയുടെ ഒരു പാട്ട് പാടണം. പിന്നെ നിഷയുടെ ഒരു കാര്യം പറയാനുള്ളത്, പ്രിയയോട് പറയാനുള്ളത്, നമുക്ക് 6 മാസമാണ് കാലാവധി ഉള്ളത്. 6 മാസത്തിനുള്ളിൽ നമ്മൾ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്ത് ഇപ്പൊ നമുക്ക് അടുത്ത ലേറ്റസ്റ്റ് ഇഷ്ടം പോലെ യാത്രകളുണ്ട്. നിങ്ങൾ പാടാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുന്നത്, അല്ലാണ്ട് മറ്റുള്ളവരെ വന്നു വിട്ടിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല. നിങ്ങൾ വേണ്ട. അതാണ് എൻ്റെ രീതി. അപ്പൊ നിങ്ങളുടെ പാട്ട് കേൾക്കണം. നിങ്ങൾ പാട്ട് പാടുന്ന ഇഷ്ടം കൊണ്ടാണല്ലോ ഞങ്ങൾ കേൾക്കണം. ഞങ്ങൾ പാട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ആ പാട്ട് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഞങ്ങൾ 6 മാസത്തിലുള്ള വന്നാൽ മതി കേട്ടാ. ഇപ്പൊ നിങ്ങൾക്ക് അടുത്ത ആഴ്ച വരാം, നോക്കുള്ളൂ കേട്ടാ. അപ്പൊ ഒരു പാട്ട് പാടിക്കോളൂ. മൈക്ക് ചേർത്തോടി കൂട്ടി. ഞാൻ 3ാമത്തെ തവണയാണ് നിങ്ങളുടെ ഇവിടെ വരുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായി. ചേച്ചിക്ക് എന്താ പറയാ? ഞാൻ ട്രിപ്പ് തുടങ്ങിയപ്പോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവരോട്. ഞാനിപ്പോ 9ാമത്തെ പ്രാവശ്യം പിന്നെ 2 ഇതും പോയിട്ടുണ്ട്. ഈ രാമേശ്വരവും മുഖാംബിയും പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇനി ഇവരോടുള്ള നമ്മുടെ ഇഷ്ടം, അത് നമ്മളെ എന്താ പറയാ നല്ലത് എന്നുള്ള സംഭവം ഇൻക്രീസ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞിടത്തോളം എല്ലാവരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് അത് ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞത് വളരെ കറക്റ്റ് അല്ലേ? പിന്നെ ഞങ്ങൾ അന്ന് ഡിസംബറിൽ ഞങ്ങൾ വന്നപ്പോ ഞങ്ങൾ 7 മണിക്കൂറാണ് നിന്നത്. ഈ 7 മണിക്കൂർ നിന്ന് 7 മണിക്കൂർ ഇടി കൊണ്ടാണ് നിന്നത്. അത് വെച്ച് നോക്കുമ്പോ നമ്മ ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഇടി മാത്രം, ബാക്കിയെല്ലാം തിരുപ്പതിയിൽ നിന്ന് 2.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് ദർശനം കിട്ടി. ഭയങ്കര ഭാഗ്യമാണ്. എല്ലാ കാര്യങ്ങളും ഇതുവരെയുള്ള കാര്യങ്ങള് അടിപൊളിയായിട്ടാണ് പോയേക്കണം. പിന്നെ മുരളിച്ചേട്ടൻ ആരെന്തോ അവതാരമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ മുതലാളി ഇങ്ങനെ എന്താ പറയാ, ചേട്ടൻ പറഞ്ഞതിന്റെ ഉത്തരവ് എന്ന് പറഞ്ഞാൽ ചേട്ടൻ തുടങ്ങിയപ്പോൾ ഉള്ളേക്കാളും സോഷ്യലാണ് ഇപ്പൊ മുരളിച്ചേട്ടൻ. ഇനി അങ്ങോട്ട് കൂടെ ഉള്ളൂ മുരളിച്ചേട്ടൻ. അത് ഞാൻ പറയാം, ഈ അഞ്ചേട്ടന്റെ ഞങ്ങള് രാമേശ്വരത്ത് പോയ അന്നാണ് ചേട്ടൻ ഫസ്റ്റ് ട്രിപ്പിന്റെ. അന്ന് ഞങ്ങൾ വന്നു ഫ്രണ്ടിൽ ഒരു ജുബൊക്കെ ഇട്ട് ഇങ്ങനെ പാവം ചേട്ടനായിരുന്നു.
അന്ന് ഷിബു ആയിരുന്നു നമ്മളല്ല ഞങ്ങൾ കുറച്ചു പേരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഡിസംബറിൽ തിരുപ്പതിയിൽ പോയപ്പോ പോവാ ഞാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു ഹീറോ എന്തായിരുന്നു ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. വേറൊരു ഗുണം എന്താന്ന് വെച്ചാലേ നമുക്കറിയാത്ത കുറെ നമ്മുടെ മതപരമായ കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട്. ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പോലും ഒരു വട്ടം അത് കേൾക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾക്കിപ്പൊ നമ്മുടെ ഇതിലില്ലാത്തത് അത് തന്നെയാണ്. ആരും ആ ഭാഗത്തോട്ടൊന്നും പോകുന്നില്ല. ഇഷ്ടമില്ല. മുരളിച്ചേട്ടൻ അത് തുടക്കത്തിൽ പറഞ്ഞു. നമ്മൾ അതിനോട് ഇഷ്ടമൊക്കെ എല്ലാരും വെക്കണം. അത് നല്ലതാണ്. കുറച്ച് ആത്മീയതയൊക്കെ അത് വളരെ ഇനിയും അടുത്ത പ്രാവശ്യം വരുമ്പോ നമ്മുടെ ചോദ്യങ്ങളിൽ കുറച്ചുകൂടി പഠിച്ച് ചേട്ടൻ ഞങ്ങളോട് ചോദിക്കണം. ഞങ്ങൾക്ക് അറിഞ്ഞു കൂടെങ്കിൽ അല്ല ഞങ്ങൾ പറയുന്നല്ല, ഞങ്ങൾക്കൊരു അറിവാണ് ചേട്ടൻ തരുന്നത്. അത് ഞങ്ങൾക്ക് ചിലപ്പോൾ വായിക്കാനൊക്കെ മടിയുള്ള ആൾക്കാരായതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു തരുന്നത് വളരെ നല്ലതാണ്. ചേട്ടൻ ഇനിയും പഠിക്കണം. ഞങ്ങൾക്ക് പറഞ്ഞു ഒരു ടൈമില്ലേ മാറ്റി വെക്കുക. നമ്മൾ അരമണിക്കൂർ ഞാൻ നിലവിളക്ക് സീരിയൽ കാണൂല. ഞാൻ സീരിയൽ കാണാറില്ല ചേട്ടാ. ഞാനിപ്പോ ഈ പാത്തിൽ തന്നെയാണ് കുറച്ച് ആത്മീയതയുടെ പാത്തിൽ തന്നെയാണ് എല്ലാം പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പൊ എനിക്കിത് കേൾക്കുമ്പോ എനിക്ക് ഇഷ്ടമുണ്ട്. മറ്റുള്ളവർക്ക് ഇങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ എന്നാലും ചേട്ടൻ പറയുന്നത് എനിക്ക് കുറെ വർഷമുണ്ട് ചേട്ടാ. പിന്നെ എന്താ പറയുക, നമ്മുടെ ഫുഡിന്റെ കാര്യം പറയണ്ടല്ലോ. സൂപ്പർ അല്ലേ? ശശിചേട്ടനും ഷിബും കൂടിയാണ് ഉണ്ടാക്കിയത്. അടിപൊളിയാണ്. അത് മാത്രമല്ല ഞാനും ഉണ്ട്. എന്നാ രണ്ടുപേരുണ്ട്. ഞങ്ങൾ 3 പേരുണ്ട്. ഞാൻ കോവയ്ക്കാരി നടത്ത ഞാനാ. വണ്ടി ഓടിക്കണം മോൻ. അവന് സൂപ്പറാണ്. ഞാൻ വന്ന് പഴനി രാമേശ്വരത്ത് പോയപ്പോഴും ഇപ്പൊ അധികം സംസാരിക്കാൻ പറ്റില്ല. അന്ന് ഞങ്ങൾ ഭയങ്കര സംസാരമായിരുന്നു. അതും ഇപ്പൊ മോനോട് എല്ലാരോടും നന്ദി, ഇഷ്ടം എല്ലാം ഉണ്ട്. സന്തോഷം. എനിക്കിപ്പോ വന്നു കഴിഞ്ഞാൽ ഇനിയും പോണം എന്നുള്ള ആഗ്രഹമാണ്. അതെ, പക്ഷെ എന്റെ ജോലിയും പിന്നെ നമ്മൾ ചില ഇത് കൊടുത്താലല്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് എനിക്ക് പോകുന്നില്ല. എന്നാലും ഞാനിങ്ങനെ ആഗ്രഹം വെക്കുമ്പോഴൊക്കെ എനിക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. വർഷത്തില് 2 പ്രാവശ്യം വെച്ച് എനിക്ക് പോകാൻ പറ്റുന്നുണ്ട്. അതില് ഞാൻ സന്തോഷിക്കുന്നു. ഓക്കെ, എന്റെ എല്ലാ അനുഗ്രഹവും എന്റെ എല്ലാ അനുഗ്രഹവും. മൈക്ക് ചേർത്ത് ഈ ട്രിപ്പ് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതിനു മുമ്പ് ഞങ്ങള് 2 പ്രാവശ്യം തിരുപ്പതി പോയിട്ടുണ്ട്. അവിടെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇതും നല്ലതാണ്. പിന്നെ കുറച്ച് ഇടി കൊണ്ടതിന്റെ ഒരു വിഷമം. അത് വേണം ഇടി കൊള്ളണം. തിരുപ്പതി പോകാൻ വിചാരിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ തെലുങ്കന്മാർ ഇടി കൊള്ളണം. അതിന്റെ ഒരു വിഷമമുണ്ട്. അല്ലാതെ വേറെ ഒന്നുമില്ല. ഭക്ഷണമൊക്കെ നല്ലതായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ആ സ്റ്റെപ്പിന്റെ കാര്യം എനിക്കും ഉണ്ട്. കാലിന് വേദനയുണ്ട്. അടിപൊളിയായിട്ട് ആസ്വദിച്ചു. ഇവിടെ നമ്മുടെ വണ്ടിയിൽ വന്നതിൽ സംസാരിക്കാത്തൊരു കുട്ടി ഉണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ കുട്ടി നിങ്ങളോടല്ലേ നമ്മോട് സംസാരിച്ചിട്ട് കുട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ മൈക്ക് ചേർത്ത് പിടിക്കോച്ചേ. അല്ലെങ്കിൽ പറ. അപ്പൊ നായരമ്പലത്തിലും എന്ത് പറയും? പറയും. എന്ത് പറയും? തല്ലിപ്പൊളി ടീമാണ്. അത് കള്ളി കണ്ട കൊള്ളൂല, കണ്ട കുളിക്കാൻ കൊള്ളൂല. ഓക്കെ. ഈ നമ്പർ കിട്ടിയത് എങ്ങനെയാ? പവീഷ്. ഓക്കെ, താങ്ക് യു. പവീഷിന്റെ കെയർ ഓഫിൽ വന്ന നവനല്ലേ അല്ലേ? ഓക്കെ. ഞാൻ ആരോ കൂടെ വന്നെങ്കിൽ പവീഷാണ് എനിക്ക് വിളിച്ചത്. ഓക്കെ, ശരി. ഓക്കെ. ഉണ്ണിക്കുട്ടാ പറയും. ഇഷ്ടമായി. എങ്ങനെയുണ്ട് യാത്രയൊക്കെ? ഫസ്റ്റ് ടൈമാണ്. പ്രതീക്ഷിച്ചു. ഓക്കെ, താങ്ക് യു. ഫസ്റ്റ് 3 ദിവസത്തെ ട്രിപ്പ് ഇതുവരെ പോയിട്ടില്ല ബസ്സിൽ. ഞാൻ സാധിച്ചേട്ടനോട് ആദ്യം ചോദിച്ചേക്കുന്നത് ഒരു കുഴപ്പമില്ല, വന്നു ഇഷ്ടപ്പെടും, നല്ല ബസ്സൊക്കെ നല്ലതാണ്, യാത്ര സുഖമായിരുന്നു. അതോ അങ്ങനെ ഒരു ഉറപ്പ് പറഞ്ഞാലും പോകുന്നത് ഇഷ്ടപ്പെട്ട്. അതുപോലെ അഞ്ചേട്ടനൊക്കെ അഞ്ചേട്ടന്റെ ക്ലാസ്സൊക്കെ നല്ല സൂപ്പറായിരുന്നു. പിന്നെ മുരളിച്ചേട്ടന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ഇവിടെ എന്നെക്കാളും പെർഫോമൻസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇവിടെ. അത് അനങ്ങിയിട്ടില്ല. ഷിബു പിന്നെ നമ്മുടെ
ഭക്ഷണം ശരിയാക്കി തന്ന ചേട്ടന്റെ കൈപ്പുണ്യം അടിപൊളിയാണ്. ഫുഡ് കൊള്ളില്ല എന്നുണ്ടെങ്കിൽ യാത്ര സുഖാവില്ല. അത് എല്ലാവരും അതുപോലെ ഡ്രൈവറായാലും ബാക്കി സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ നല്ലതായിരുന്നു. പിന്നെ എനിക്ക് പ്രശ്നമുള്ളത് അടുത്ത പ്രാവശ്യം വരുമ്പോ ഫസ്റ്റ് സീറ്റിലിരുന്ന ഈ മുട്ടുന്ന അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് ചേട്ടാ എനിക്കൊരു ഒരു സംശയമുള്ളത്, നമ്മളിപ്പോ ആദ്യത്തെ ഫസ്റ്റ് ടൈം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോയി, എനിക്കറിയാൻ പാടാത്ത അപ്പൊ നമുക്കത് ചേട്ടൻ എന്തെങ്കിലും രൂപത്തിൽ അതിനൊരു ചെറിയ നമുക്ക് അതിനൊന്നും കിട്ടില്ല. അവിടെ ഒരു നമുക്കിപ്പോ തിരുപ്പതിയില് അതൊരു ട്രസ്റ്റിയാണ്. ആ ട്രസ്റ്റില് നമുക്കിപ്പോ 10 ലക്ഷം രൂപ ബോണ്ട് കൊടുത്താലും നമുക്ക് ടിക്കറ്റ് കിട്ടില്ല. നരേന്ദ്രമോദി വിചാരിച്ചാൽ പോലും അവർക്ക് തരാൻ പറ്റില്ല. അതെങ്കിൽ അവർക്ക് അവരുടേതായ രീതിയാണ്. രാവിലെ അവിടെ പോയിട്ട് അന്നേരത്തെ അവിടെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അതൊന്നുമില്ല, ഇതൊന്നും നമ്മൾ കഷ്ടപ്പെടണ ഒന്നും കഷ്ടപ്പെടലല്ല, അത് ഭഗവാന്റെ നിമിത്തമാണ്. ഞാൻ ഈ യാത്രയിൽ തന്നെ സാധിച്ചേട്ടൻ 3/4 മണിക്കൂർ കൊണ്ട് തൊഴുതുന്നുണ്ട്. അല്ലെ കഴിഞ്ഞ മുമ്പത്തെ മാസം വന്നപ്പോ 3/4 മണിക്കൂർ കൊണ്ട് തൊഴുതുന്നുണ്ട് സാധിച്ചേട്ടന് വേറെ 3-4 പേര് കൂടി വന്ന് തൊഴുതല്ലേ റൂമിലോട്ട് പോവുകയും ചെയ്തു. അപ്പൊ അത് നമ്മൾ തയ്യാറാവണം. എന്ത് കാര്യം, ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോവാണ്, നമ്മൾ ആദ്യം പോയി ഊണ് കഴിക്കണം എന്ന് നമ്മൾ കല്യാണത്തിൽ പോയിട്ട് നമ്മൾ ആദ്യം പോയി ഊണ് കഴിക്കണം, നമുക്ക് ആദ്യം പോയി ഊണ് കഴിക്കാൻ പറ്റും. നമ്മള് പിന്നെ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അടുത്ത പന്തിയായിട്ട് മാത്രം ഡിലേ വരും. അത് തന്നെ ഇവിടെയും തന്നെ നമ്മൾ മാറി നിൽക്കും. നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർക്ക് എന്താ സംഭവത്തിന് നമ്മളെല്ലാവരും മാറി ബാക്കിലോട്ട് പോകും. നമ്മൾ ഫ്രണ്ടിലോട്ട് പോകില്ല, പക്ഷെ ബാക്കിലോട്ട് പോകുമ്പോൾ നമ്മൾ അത്ര ഡിലേ വരും. അതുകൊണ്ടുണ്ടാവാൻ സംഭവങ്ങൾ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അനിച്ചേട്ടനോടൊക്കെ ഇപ്പൊ ഞാൻ പല തരത്തിലും പല ആൾക്കാരെ വെച്ച് ടൂർ പോകുന്നുണ്ട്. ഇപ്പൊ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കുണ്ട് ഇതുപോലെ വണ്ടിയപ്പോ മാസം അവർ നടത്തുന്നുണ്ട്. പക്ഷെ അവരുടെ കൂടെ പോകേണ്ട ഞാൻ ചേട്ടനോട് ഉണ്ട്. അപ്പൊ അനിച്ചേട്ടനോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ പുള്ളി അത് വളരെ നല്ല രീതിയിൽ പുള്ളി ഇപ്പൊ ഇവിടെ ഇപ്പൊ എന്റെ വൈഫ് പറഞ്ഞു എത്ര നേരമായി ആ ചേട്ടൻ അങ്ങോട്ടും കിടന്ന് ഓടണത്. അപ്പൊ നമ്മ വന്നിപ്പോ 3 ദിവസം കൊണ്ട് നമുക്ക് അറിയാം പുള്ളി കിടന്നുള്ള കഷ്ടങ്ങളുടെ എല്ലാവരെയും കഷ്ടപ്പാടുകൾ അറിയാം. എന്നാലും എനിക്ക് പുള്ളി വളരെ നല്ല രീതിയിൽ പുള്ളിനോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അതെ, അല്ല ചേട്ടന്റെ സഹപ്രവർത്തകരും മറ്റവരൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുമെങ്കിലും അവരൊക്കെ വളരെ നല്ല. ഞാനിപ്പോ പ്രാർത്ഥിക്കണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ തന്നെ അങ്ങാട് പോയി ഒരു കുറവും ഭഗവാന്റെ കൃപ കൊണ്ട് ഒരു കുറവും ഇതിനുണ്ടാവാണ്ട് നല്ല രീതിയിൽ ഇങ്ങനെ അങ്ങോട്ട് പോകും. അതാണ് ഭഗവാൻ തന്നെ വിചാരിക്കണം. നമ്മള് ഏത് നിലയിലെത്തണം, എന്താവണം, എങ്ങനെയാവണം എന്നുള്ളത് ഞാൻ വിചാരിച്ച കാര്യമില്ല. ഇത് ഭഗവാനാണ്. നമ്മൾ ഭഗവാനെ സമർപ്പിക്കുക, ഭഗവാനെ അർപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. നമ്മൾ ഒരു കാര്യം ഇത് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടാവുന്ന എത്തും. നമ്മൾ നല്ല മനസ്സുകൊണ്ട് നമ്മൾ നല്ലൊരു കാര്യം ചെയ്യുക, ഒരാളെ ബുദ്ധിമുട്ടിക്കോ മനസ്സുകൊണ്ട് വിഷമിപ്പിക്കോ അങ്ങനെ ചെയ്താൽ നമുക്കത് ദോഷമാണ്. പക്ഷെ നമ്മൾ നല്ല മനസ്സോടുകൂടി നമുക്കൊരാൾക്ക് ഒരു 100 കൊടുക്കുകയാണെങ്കിലും ഒരു ആഹാരം കൊടുക്കുകയാണെങ്കിലും നല്ല നിറഞ്ഞ സന്തോഷത്തിൽ കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഭഗവാൻ ഇഷ്ടം. അതാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആഹാരം തരുമ്പോഴും നമ്മൾ ഒരു ചായ തരുമ്പോഴും നിങ്ങൾക്കൊരു സീറ്റ് തരുമ്പോഴും നമ്മൾ നല്ല സന്തോഷത്തോടെ നൽകുന്നത്. ആ സന്തോഷമാണ് ഞങ്ങൾ ഏറ്റവും ലഭിക്കുക. അല്ല, നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ നല്ലേട്ടൻ്റെ കഥയും സ്റ്റോറിയും അതിനെ കുറിച്ചുള്ള ഐതിഹ്യവും എല്ലാം പറഞ്ഞു വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് പോയത്. പിന്നെ എനിക്കൊരു ചേഞ്ച് വരുത്തേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 4 മണിക്കാണ് നമ്മൾ പോയത് കുറച്ച് പേര് അതിന്റെ പകുതി ആൾക്കാരുമായിട്ടാണ് പോയത്. അപ്പൊ നമ്മൾ തിരിച്ചു വന്നപ്പോൾ മുരളിച്ചേട്ടൻ കൂടെ ഉണ്ട്, ഞങ്ങള് ക്യൂവിൽ തന്നെയുണ്ട്. അപ്പൊ നമുക്ക് ഈ പുറത്തോട്ട് വരുന്ന സമയത്ത് ഈ ലഡു അല്ലെങ്കിൽ വഴിപാട് എല്ലാ ഇടുക്കിൽ നിന്നും കളക്ട് ചെയ്ത് അവരുടെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാല് പുറത്ത് എന്തായാലും 4 മണിക്ക് കയറി നമ്മള് ഇറങ്ങുമ്പോ ഒരു 11, 11, 12 മണിയായി. അപ്പൊ ഇതൊരാള് വാങ്ങിച്ചു വെക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ ഇപ്പൊ മുള്ളിച്ചേട്ടൻ വന്നു, എല്ലാരും ഒരു സൈഡിൽ നിർത്തി ലഡു ഓരോരുത്തരുടെ കിറ്റ് അവരുടെ കയ്യിലോട്ട് കൊടുത്താൽ ഇവിടെ നിന്ന് തന്നെ പൈസ മേടിച്ചോ കുഴപ്പമില്ല. അത് കൊടുത്തു കഴിയുമ്പോ നമുക്ക് അത്ര ഡിലേ വരുന്നില്ല. ഇപ്പൊ വണ്ടിക്കാരൻ പോകും, അല്ലെങ്കിൽ വണ്ടിക്കാരൻ ലഡു മേടിക്കാൻ ഓരോരുത്തർ അങ്ങോട്ട് പോയി വേറെ ക്യൂവിൽ നിന്നും ഇവൻ വേറൊരു ക്യൂ എല്ലാം കളക്ട് ചെയ്ത് വരാൻ ബുദ്ധിമുട്ടുണ്ട്. അതേസമയം ഈ പുറത്ത് നോക്കിയിരിക്കുന്ന ആള് ഇത്രയും ടൈമുണ്ട്, അങ്ങേർക്ക് ഇപ്പൊ ലഡു ധൃതി പിടിക്കണ്ട. അങ്ങനെ ഒരു സംവിധാനം ഇണക്കി കുറച്ചുകൂടി നല്ല കാര്യമായിരിക്കും. അപ്പം ആള് പോലും ഡിലേ ആവും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ബാക്കിയുള്ള എല്ലാം
നന്നായിട്ടുണ്ട്. പിന്നെ എല്ലാം ഈശ്വരന്റെ ഒരു നിമിത്തം പോലെ ആർക്കും ഒരു കുഴപ്പവും കൂടാതെ എല്ലാവരും സന്തോഷത്തോടെ വന്നു. ഇന്നലെ രാത്രി നമുക്ക് ഒരാൾ മിസ്സായി. അതാണ് ഞാൻ പറഞ്ഞത്. അതെന്താ ലഡു മേടിക്കാൻ പോയത് ഇല്ലായിരുന്നെങ്കിൽ അവര് നമുക്ക് വേറെ കാര്യമുണ്ടോ, അവർക്ക് അവിടെ ഇരിക്കാനുള്ള യോഗം ഉണ്ടായി ഭഗവാൻ. അത് നിമിത്തമാണ്. അത് ഞാൻ പറയുക അത് നിമിത്തം. അല്ല അവരെ ഞങ്ങൾക്ക് ഒരു 3-4 പ്രാവശ്യം ബൂസ്റ്റും ഹോർലിക്സും ചായ വാങ്ങിച്ചു, ഒരു പറഞ്ഞ പഴം വാങ്ങിച്ചു, പിന്നെ ഹോർലിക്സും ബൂസ്റ്റും കുടിച്ച് മതിയായി. പിന്നെ ലാസ്റ്റ് ഞങ്ങൾക്ക് ഹോർലിക്സും ബൂസ്റ്റും മിക്സ് ചെയ്ത് കുടിച്ചു എടുത്തു. പിന്നെ ഞാൻ ആദ്യമായിട്ട് ശബരിമലക്ക് പോണത് വിവേകാനന്ദ ട്രാഫിക്. അവിടെ ഒരു ബസ്സുരാജ് എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങേരും ഇത് ഇങ്ങനെ കൊണ്ടായിരുന്നു എല്ലാ കാര്യവും. ഞങ്ങൾ എപ്പോഴും ആദ്യം പോയപ്പോ ഈ പുള്ളിയുടെ വണ്ടി വേണമെന്ന് പറയും. ബസ്സുരാജിന്റെ വണ്ടി മാത്രം ഞങ്ങൾക്ക് മതി. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന എന്ന് പറഞ്ഞ പോലെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നുകൊണ്ട് മറ്റേ കാണിക്ക വഞ്ചി ഗുണ്ടിയില് എങ്ങനെയാണ് ആ നിക്ഷേപിക്കേണ്ടത്, ബാഗ് തിരിഞ്ഞ് നിന്ന് ഇങ്ങനെ നിക്ഷേപിക്കണം. പിന്നെ അങ്ങേരുടെ പിന്നെ നമ്മുടെ ഭഗവാന്റെ കടം വീട്ടാൻ വേണ്ടിയിട്ടുള്ള ഗുണ്ടി ഇന്ന സ്ഥലത്താണ്, അത് അവിടെ തന്നെ നിക്ഷേപിച്ചെങ്കിൽ അങ്ങേർക്ക് അത് കടം വീട്ടാൻ പറ്റുള്ളൂ. ഇതൊന്നും ആദ്യം പോയി ഞങ്ങൾക്കൊന്നും അറിയാൻ പറ്റില്ല. കാണുന്നതിനകത്ത് ഇടും, നേരെ ഇങ്ങോട്ട് പോകും. അത് സത്യമായിരുന്നു. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇത്തവണ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ സാധിച്ചു. അതിന് ഇങ്ങേർക്ക് വലിയൊരു ബിഗ് സല്യൂട്ട്. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഇതൊക്കെ കീപ് ഇറ്റ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ പാർവതിയിൽ മിക്കവാറും എല്ലാ മാസം പോകുന്ന ഒരു വ്യക്തിയാണ്. അത് കറക്റ്റാണ്. ഓരോ ടൈമിനും നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ളതാണ് ഈ ദർശനത്തിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയം. കാരണം അവർക്ക് പോലും അറിയില്ല നമ്മളുടെ കൂടെ വരുന്ന ഇപ്പോൾ മുരളിബായിക്കായാലും അല്ലെങ്കിൽ അനിബായിക്കായാലും അവർക്ക് പോലും പറയാൻ പറ്റില്ല ഈ ദർശനത്തിൻ്റെ ടിക്കറ്റ് കൊടുക്കുന്ന ഒരു ടൈം. ചിലപ്പോൾ 12 മണിക്ക് ഓപ്പൺ ചെയ്യും. എന്നായാലും നമ്മ ഇതേപോലെ ബുദ്ധിമുട്ടി നിൽക്കാറില്ല. കാരണം നമ്മൾ ചെല്ലുന്ന ടൈം മിക്കവാറും ഓപ്പണിംഗ് ആയിരിക്കും. ഓപ്പണിങ്ങിൽ തിരക്കില്ലാണ്ട് കയറിപ്പോകും. പക്ഷെ ഇപ്പൊ ഒരു കൃത്യനിഷ്ഠയില്ലാതാണ് ഇത് വരുന്നത്. അപ്പൊ ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുറേയൊക്കെ നമ്മളെ യോഗം പോലെയാണ് കാര്യങ്ങൾ. പിന്നെ പലരും ദർശനത്തിന് പാസ് കിട്ടിയിട്ട് അത് ദർശനത്തിന് പോയി കഴിയുമ്പോൾ ചിലവർ പറയാറുണ്ട് 10 മണിക്കൂർ 12 മണിക്കൂറൊക്കെ നിൽക്കാറുണ്ട്. ഞാനിതുവരെ പോകാൻ തുടങ്ങിയിട്ട് മിക്കവാറും ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ 3 മണിക്കൂർ ഇതിനുള്ളിൽ ദർശനം കഴിഞ്ഞ് എൻ്റെ കൂടെ വരുന്ന ആൾക്കാരെയും കൂട്ടി ഞാൻ തിരിച്ചു വരും മിക്കവാറും, അല്ലെങ്കിൽ റൂമിലേക്ക് പോകും. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ എന്താണ് തീരുമാനിച്ചേക്കണം അതേപോലെ നമുക്ക് കിട്ടും. ഇതിന്റെ കാര്യം അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് തന്നെ മിക്കവാറും മാസങ്ങളിൽ പോകണം, എനിക്ക് ആ ടൈം ആകുമ്പോഴേക്കും പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ തന്നെ. എൻ്റെ കൂടെ ചിലവരെയൊക്കെ വരണം എന്നൊക്കെ പറയും. യോഗമുള്ളവർ ആ സമയത്ത് മിക്കവാറും വരും. വിളിച്ചു കഴിഞ്ഞാൽ ചിലവർ മുടങ്ങി പോകും, കാരണം അവർക്ക് യോഗമില്ല. പിന്നെ എല്ലാം ഒരു നിമിത്തമാണ്. ഇതിനകത്ത് ഈ പറഞ്ഞോട്ട് മുരളി വായിക്കും, അതേപോലെ ഇതിൻ്റെ കോർഡിനേറ്റർ അനിൽ ഭായി നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പല സ്ഥലത്തും യാത്ര ചെയ്തിട്ടുള്ളതാണ്. ഇതേപോലെ ക്ഷേത്ര ആചാരങ്ങളും ക്ഷേത്രത്തിൽ എന്ത് ചെയ്യണം അതെല്ലാം ഇതേപോലെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ശ്രീ പാർവതിയിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ശ്രീ പാർവതിയിൽ സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ തിരുപ്പതിയിലായാലും മറ്റു ക്ഷേത്രങ്ങളിൽ പോകണമെന്നുണ്ടെങ്കിലും അറിവുകളും അത് ഇവിടുന്ന് കിട്ടും. പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ളവർ വരുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഉണ്ടായ അനുഭവങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ആളുകളെ ശ്രീ പാർവതിയിലേക്ക് കൂടുതൽ അടുപ്പിക്കണം. ശ്രീ പാർവതി ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തും. അത് പെരുവാരത്തപ്പൻ്റെ വാതിക്കലാണ് ഈ ശ്രീ പാർവതി ഉള്ളതും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതും. അപ്പോൾ നിങ്ങളെ കൊണ്ടാവുന്ന സപ്പോർട്ട് ശ്രീ പാർവതിക്ക് ചെയ്യണമെന്ന് പറയുന്നു. എല്ലാവർക്കും നല്ല ദർശനം കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനിയും ഇതേപോലെ നിങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം തിരുപ്പതിയിൽ പോയി, അതും ശ്രീ പാർവതിയിൽ പോയി അനുഗ്രഹം കിട്ടട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ കസിൻ ബ്രദറ് ജയകൃഷ്ണൻ എന്ന ആളാണ്. എന്നോട് ഒരാഴ്ച മുമ്പാണ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഇല്ല എനിക്കിങ്ങനെ ഒരു ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്, വേണമെങ്കിൽ ചേട്ടന് ഞാൻ നോക്കാം. ഞാൻ പറഞ്ഞു നോക്കിക്കോളൂ. അപ്പൊ ആൾക്കും ഈ ട്രാവൽസിനെ കുറിച്ച് വലിയ ധാരണ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ധാരണ, എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഞാൻ സാധാരണ ഇതിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അന്വേഷിക്കാറുണ്ടായിരുന്നു. എനിക്കെന്തോ അന്വേഷണമൊന്നും പറ്റിയില്ലായിരുന്നു. തലേദിവസം പുറപ്പെടുന്നതിന്റെ തലേദിവസം ആള് ഒരു വൈകിട്ട് 7 മണിക്ക് വിളിച്ചു. ചേട്ടൻ വിളിച്ചു ചോദിച്ചെന്ന് ചോദിച്ചു. ഇല്ല, അപ്പൊ എവിടെ എന്താന്നൊക്കെ അറിയണമെങ്കിൽ ഒന്ന് വിളിച്ചു ചോദിച്ചോളാൻ പറഞ്ഞു. അതിനുശേഷമാണ് ഞാൻ ഒന്ന് വിളിച്ചു ചോദിച്ചത്. അപ്പൊ
അപ്പൊ കാര്യങ്ങൾ പറഞ്ഞു, ആ. ഇങ്ങനെ കിഴക്കേടേന്ന് വരണ്ടേ. ആ. പെരുവാരത്ത് ഞാൻ പലതവണ വന്നിട്ടുണ്ടെങ്കിലും ആ. ഇതിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണ ഉണ്ടായിട്ടില്ല. ഉണ്ടായില്ല. പിന്നെ ഇത് ശ്രീ പാർവതി എന്നുള്ളത് ഇപ്പൊ ശരിക്കൊരു ശിവ കുടുംബമാരിയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. എന്താ വെച്ചാൽ ഒരു കുടുംബമാരിയാണ്. നമുക്ക് രക്ഷകർത്താക്കളും ആ. കാര്യങ്ങൾ പറഞ്ഞു തരാനും എല്ലാത്തിനും ആളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് സാരഥി, ആ. സാരഥിയെ നമുക്ക് എന്തായാലും എന്നുവെച്ചാൽ നമ്മള് ട്രാവൽ ചെയ്യാണ്, ഒരു ബസ്സിലെ യാത്ര ചെയ്യണമെന്ന് തോന്നിയിട്ടേ ഇല്ല. ആ. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ നമ്മള് വീട്ടിലെങ്ങനെ കഴിക്കണോ അതുമാതിരി തന്നെ. ഓക്കെ. സാധാരണ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് വയറിനൊക്കെ ചെറിയ complaint ആവും. അതെ, ഇതിപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ. അതുകൊണ്ട് അവര് ഭക്ഷണം പ്രിപ്പയർ ചെയ്ത ആൾക്കാരോട് വളരെയധികം നന്ദി. ആ. പിന്നെ നമ്മുടെ അനിച്ചേട്ടൻ ആ. ആളാണെങ്കിൽ ആള് ചിരിച്ചല്ലാണ്ട് ഒരു മുഖം ഞാൻ കണ്ടിട്ടില്ല. ഇല്ല. ഈ 3 ദിവസം പരിചയമുള്ളൂ. ആ. പക്ഷെ ആള് എല്ലാത്തിനും എന്ത് ചോദിച്ചാലും വളരെ ലളിതമായിട്ട് ഓക്കെ. നന്നായി പറഞ്ഞു തരാനും വളരെ നല്ല മനുഷ്യൻ തന്നെയാണ്. ക്ഷമയുണ്ട്, അതാണ് ഏറ്റവും വലിയ ഇത്. പിന്നെ മുരളിച്ചേരനെ കുറിച്ച് പറയാൻ നമുക്ക് എന്താ വെച്ചാൽ ആളൊരു നല്ല എല്ലാവർക്കും ഒരു എന്റർടൈൻമെന്റിന് പറ്റിയ ഒരാളാണ്. പിന്നെ ഒരു മുതലാളി എന്ന് പറയുന്നത് ഞാൻ പിന്നീടാണ്. അതുവരെ ഞാൻ വിചാരിച്ചു ആരോ ആണെന്നുള്ളത് വിചാരിച്ചിരുന്നേ. പിന്നെ നോക്കുമ്പോ ആരൊക്കെ പറഞ്ഞത് ഇത് മുതലാളിയാണ്. അപ്പോഴാണ് അറിയണ മുതലാളിയാണെന്ന്. പക്ഷെ ഈ മുതലാളി സ്ഥാനത്തിരിക്കാനൊന്നും ആള് അല്ല, ആള് അതില് നമ്മുടെയൊക്കെ ഇടയിൽ നടക്കുന്ന ആളാണ്. അങ്ങനെ എനിക്ക് തോന്നിയത്. പിന്നെ ആരാ അങ്ങനെ എല്ലാവരും നല്ല നല്ല സഹകരണമാണ്. എന്തായാലും ഇതൊരു നല്ലൊരു യാത്രയായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഇനി ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനും നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ എന്റെ ഫ്രണ്ട്സിനോടായാലും എനിക്ക് പറയാൻ എനിക്ക് ഉറപ്പായിട്ട്, കാരണം ഞാൻ ഇത് ഇപ്പൊ വന്നത് ഞാൻ ഒരു ഉറപ്പില്ലാണ്ടാണ്. എന്തോ ഒരു ട്രാവൽസിൽ പോണു, എങ്ങനെയാവും എന്താവുന്ന ഒരു പ്രതീക്ഷയില്ല. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. എന്താ വെച്ചാ എങ്ങനെയാവുന്ന അറിയാത്തോണ്ട്. അപ്പൊ അത് ഇല്ല. ഇനിയിപ്പോ എനിക്ക് ഒരാളോട് പറഞ്ഞു കൊടുക്കാനായിട്ട് എനിക്ക് കുറച്ച് അറിവുകൾ കിട്ടിയിട്ടുണ്ടല്ലോ, അതും ഒരു നല്ല കാര്യം തന്നെ. പിന്നെ അമ്പലത്തിന്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇപ്പൊ ഏത് കാര്യം ചോദിച്ചാലും നമ്മുടെ അനിച്ചേട്ടന് യാതൊരു സംശയമില്ലാത്ത ആളാ പറഞ്ഞു തരാനും പറ്റുന്നുണ്ട്. ആള് കുറെ കൂടി ഒക്കെ പഠിച്ചോട്ടെ, ആൾക്ക് സമയം ഉണ്ടെങ്കിൽ. അപ്പൊ ഇതുമാതിരിയൊക്കെ നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റൂലോ. ഇത്രയൊക്കെ തന്നെ ഉള്ളു എനിക്ക് പറയാൻ. താങ്ക് യു. ആ ഫോട്ടോന്റെ പൈസ കിട്ടിയിട്ടില്ല. ഫോട്ടോയും കിട്ടിയിട്ടില്ല. ഫോട്ടോ കിട്ടാ, പൈസ വരാത്തോണ്ടാണ് ഫോട്ടോ വരാൻ പ്രശ്നം. നല്ല യാത്രയായിരുന്നു, നല്ല അടിപൊളി യാത്രയായിരുന്നു. നമ്മള് പ്രതീക്ഷിച്ചാലും നന്നായിരുന്നു യാത്രയും. ഓക്കെ. എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ടായിരുന്നു. ഈ നമ്പർ എങ്ങനെ കിട്ടി? ജയകൃഷ്ണൻ ചേട്ടാ മുഴുവൻ. എനിക്ക് ഇതിലെ കാർഡിലെ നമ്പർ അതല്ല, ഞങ്ങള് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ അന്നേട്ടന്റെ കാര്യം പ്രത്യേകിച്ച് പറയണം. ഒരുപാട് കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അറിയേണ്ട കാര്യങ്ങൾ. നിലവിളക്ക് വെക്കണം എങ്ങനെ അറിയാൻ മനസ്സിലായോ? പിന്നെ അടുത്ത വീട്ടിൽ ചെന്നിട്ട് അടുത്ത നാത്തൂനോട് ചോദിക്കണം നിലവിളക്ക് എങ്ങനെ വെക്കണം, എങ്ങനെ കത്തിക്കണം, എന്താണ് അത് അടിയിലിരിക്കുന്ന ആരാണ്, എന്താണ്, അങ്ങനെ ചോദിക്കണം കേട്ടോ. ഒരു ക്ലാസ് കൊടുക്കണം അവർക്ക് കേട്ടോ, അവര് പഠിക്കട്ടെ, അറിയട്ടെ കാര്യങ്ങളൊക്കെ. നമ്മള് ചുമ്മാ ചെയ്തു പോണതല്ലോ, അറിഞ്ഞു ചെയ്യണത് വ്യത്യാസം. അതെ, അത് ഭയങ്കര നല്ല കാര്യം. അതെ, യാത്ര അടിപൊളിയായിരുന്നു. ഓക്കെ. ഞങ്ങളുടെ മക്കളോട് വിവരങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോ ഉണ്ടല്ലോ, അവര് ഭയങ്കര ഹാപ്പിയാണ്. അവർക്ക് റെഡി ആയിട്ടിരിക്കുക, അവര് വരണമെന്നും ഓക്കെ. വരണോട്ടെ, നമുക്ക് കൊടുക്കാൻ കൊണ്ടുപോകാം. ഇതിനകത്ത് നമുക്ക് ഏറ്റവും വലിയ കാര്യം പ്ലസ് പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ഹസ്ബൻഡും വൈഫും ഒരു കുട്ടിയുള്ളെങ്കിൽ ആ കുട്ടി പറഞ്ഞാലും നിങ്ങൾക്ക് 100% ഉത്തരവാദിത്തോടെ ഞങ്ങൾ തിരിച്ചെത്തിക്കുന്നതായിരിക്കും.
10 വയസ്സായ കുട്ടിയാണെങ്കിൽ ശരി, 90 വയസ്സായ അമ്മയാണെങ്കിൽ ശരി, ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ നിങ്ങൾക്ക് യാതൊരു പൊട്ടും പോറില്ലാണ്ട് ഞങ്ങൾക്ക് അത് ഞങ്ങൾക്ക് ഇന്നലെ മനസ്സിലായി. ഞങ്ങൾ ഇങ്ങനെ രണ്ടുപേരും ഞങ്ങളുടെ കൂടെ ഉള്ളവരില്ല, അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു. അവര് വരണം എന്ന് പറഞ്ഞു. എന്നിട്ട് 12 മണി വരെ ഏതാണ്ട് നോക്കി, കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വിഷമമുണ്ടായി. അപ്പൊ പറഞ്ഞു ഞങ്ങളല്ലേ ഇവിടെ ഉള്ളത്, ഞങ്ങൾക്ക് ഉത്തരവാദിത്വം നല്ലോണ്ട്, ഞങ്ങൾ കൊണ്ടുവന്നോളാം എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നു. അതൊരു വലിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളേലും കൂടുതൽ അല്ല, അത് നിങ്ങളിപ്പോ ഒരു ജെന്റ്സും ലേഡീസും അല്ല, ലേഡീസ് ആണെങ്കിൽ ശരി ജെന്റ്സും ആണെങ്കിൽ ശരി, നമുക്ക് ഒറ്റയ്ക്കാണെങ്കിൽ ശരി, നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളുടെ മക്കളെയായാലും ഞങ്ങളുടെ കൂടെ പറഞ്ഞേക്കാം. ഞങ്ങള് എപ്പോഴും ഞങ്ങളൊരു ആ ഒരു കാര്യത്തിൽ ഞങ്ങള് നല്ല കൺവിൻസ് ആണ്. അതാ ഞാൻ പറഞ്ഞ കുടുംബമാണ്, ശിവ കുടുംബം എന്ന് തന്നെ പറയാൻ മതി, ശ്രീ പാർവതി എന്ന് പറയാം. ഓക്കെ, താങ്ക് യു. മുരളിച്ചേട്ടൻ ആയിട്ട് വളരെ നാളത്തെ പരിചയമുണ്ട്. തീർച്ചയായിട്ടും പൂജ ഫീൽഡിലാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിരിക്കുന്നത്. അതെ. പക്ഷെ ആദ്യം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അപ്പുചേട്ടനാണോ സംശയം വന്നു. അത് കഴിഞ്ഞാണ് ഐഡന്റിഫൈ ചെയ്ത് മുരളിച്ചേട്ടനാണെന്ന് മനസ്സിലായത്. പിന്നെ അനിച്ചേട്ടൻ രാവിലെ കയറി വന്നെ കണ്ടപ്പോൾ ആള് കുഴപ്പക്കാരനാണ്, കണ്ണാടിയൊക്കെ വെച്ച് വലിയ വായലൊക്കെ പിടിച്ചാൽ കയറി വന്നെ, എന്തോ പ്രശ്നമുണ്ട്. പക്ഷെ ആളുമായിട്ട് അടുത്ത് കഴിഞ്ഞപ്പോ നമ്മളെക്കാളും സിമ്പിളാണ് എന്ന് മനസ്സിലായി. പിന്നെ യാത്ര വളരെ ഗംഭീരായി. നമ്മൾ മനസ്സിൽ വിചാരിച്ചതിലൊക്കെ ഈസി ആയിട്ട് ഭക്ഷണമാണെങ്കിലും യാത്രയാണെങ്കിലും യാത്രയിലെ ഇടവേളകളാണെങ്കിലും ഒക്കെ ഗംഭീരായി. പിന്നെ ഇപ്പൊ നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ ഇന്നലെ ഞങ്ങള് ഭഗവാന്റെ പ്രസാദം തിരക്കി പോയതാണ്. നമുക്കൊരു മിസ്സിംഗ് ഉണ്ടായില്ല. നമുക്ക് സങ്കടമൊന്നുമില്ല, കാരണം നമ്മള് കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും ഹരി ഉണ്ടായിരുന്നു. ഹരി പറഞ്ഞു വണ്ടി പോയി. അപ്പുറം കുഴപ്പമില്ല, നമുക്ക് ഇവിടെ ഇരിക്കാം, അതിലും ഭഗവാന്റെ മുറ്റത്താണല്ലോ, ഒത്തിരി ആൾക്കാരുണ്ട്, നമുക്ക് പേടിക്കാനൊന്നുമില്ല, വെളിച്ചമുണ്ട്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും പിന്നെ എനിച്ചേട്ടൻ വന്നു, മുരളിച്ചേട്ടൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ രാത്രി ഈ പറഞ്ഞ പോലെ ഹോർലിക്സും ബൂസ്റ്റും കട്ടൻ കാപ്പിയും ചായയും മാറി മാറി കുടിച്ച് ഏതായാലും നേരം വെളുത്തു. അത് ഒരു പുതിയൊരു അനുഭവമാണ്. പിന്നെ എന്റെ ഒരു അഭിപ്രായത്തില് ഈ പാപനാശം ിലേക്ക് നമ്മൾ പോയില്ല. നമ്മുടെ യാത്ര അത് നമുക്ക് ഒരു ദിവസം തന്നെ വേണം അവിടെ. അതെ, അപ്പൊ ഒരു ദിവസം തിരുപ്പതിയും ഒരു ദിവസം പാപനാശം, ആകാശഗംഗ, അവിടെ പോയില്ല. പിന്നെ ഭഗവാന്റെ അത് ചെയ്യണമെങ്കിൽ ഓൺലൈൻ ടിക്കറ്റ് വേണം. നമുക്ക് ഓൺലൈൻ ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഈ ആകാശഗംഗ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഭഗവാന്റെ പ്രസാദം, അന്നപ്രസാദം നമ്മളവിടുന്ന്, കാര്യം നമുക്ക് ഭക്ഷണത്തിന് കുറവുണ്ടായിട്ടോ അല്ലെങ്കിൽ കുറ്റം ഉണ്ടായിട്ടോ ഒന്നുമല്ല, അവിടുന്ന് നമ്മൾ അന്നപ്രസാദം കഴിക്കാന്നുള്ളൊരു അതെ അത് കഴിക്കാനായിട്ട് ചിലർക്ക് ഇഷ്ടപ്പെടാറില്ല. അത് ഇപ്പൊ നമ്മുടെ കേരളീയ ഭക്ഷണം പോലെയല്ല അവിടുത്തെ ഭക്ഷണം. ആ ഭക്ഷണത്തിൽ ചിലർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് നമ്മൾ അത് കൂടുതലും അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാറ്. അപ്പൊ അങ്ങനെയുള്ള പിന്നെ ഇപ്പൊ ലഡുവിന്റെ കാര്യമാണെങ്കിൽ ഒരാളത് കളക്ട് ചെയ്ത് വെക്കാൻ നമുക്ക് ഇന്നലത്തെ പോലുള്ളൊരു വിഷയങ്ങൾ ഇനി നമ്മൾ ശ്രദ്ധിക്കും. നെക്സ്റ്റ് ട്രിപ്പിൽ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും. പിന്നെ അതും നമ്മൾ പറയുമ്പോഴേ ഇപ്പൊ നമ്മൾ തന്നെ ആണെങ്കിലും 3-4 കൗണ്ടറിൽ ഇറങ്ങിയിട്ടാണ് ലഡു കിട്ടിയത്. കാരണം ചിലപ്പോ 2 കിട്ടുള്ളൂ, നമുക്ക് 10 വേണം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അതൊരു സാങ്കേതിക തടസ്സമാണ്. അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ വിഷയമുള്ളൂ. പിന്നെ നമ്മുടെ ചെന്നപ്പോഴുള്ള ഇടി, അതൊരു ഇടി തന്നെ, നമ്മള് ഭഗവാന്റെ ചിലപ്പോ നമുക്ക് നമ്മളെന്തെങ്കിലും പാവം ചെയ്ത് കാണും. ഭഗവാൻ നേരിട്ട് ശിക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ട് തേങ്ങമാരെ കൊണ്ട് തന്നെ ഇടിപ്പിച്ചേക്കാൻ തീരുമാനിച്ചു. അതൊന്നും സാരമില്ല. അതുകൊണ്ട് ശാരീരികമായ ഇച്ചിരി വേദന ഉണ്ടെങ്കിലും പിന്നെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. യാത്ര ഗംഭീരമായി. ഇന്ന് കാശിക്ക് പോകണ ഒരു ആഗ്രഹമുണ്ട്. അത് മിക്കവാറും മുറിച്ചേണ്ട കൂടെ തന്നെ ആയിരിക്കും. മിക്കവാറുമല്ല, 90%. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം നമുക്ക് ഈ യാത്ര ഗംഭീരായി. ഈ പറഞ്ഞ പോലെ മുരളിച്ചേട്ടന്റെ കൂട്ടത്തിലുള്ളവരെല്ലാവരും, ഇതിനകത്ത് മുതലാളി, തൊഴിലാളി, കസ്റ്റമർ അങ്ങനെ വ്യത്യാസമില്ല, നമ്മളെല്ലാരും ഒരുപോലെ ആയിരുന്നു. അപ്പൊ അതൊരു പ്ലസ് പോയിന്റ് ആണ്. അങ്ങനെ യാത്ര ചെയ്തെങ്കിലേ യാത്രയിൽ നമുക്ക് ആ സന്തോഷം പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതിന് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇനി അടുത്ത ആഴ്ച നമുക്ക് ബൂസ്റ്റ് ഹോർലിക്സ് കഴിക്കാം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രാവലിംഗ് ബസ്സിൽ ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ എല്ലാ വർഷവും തിരുപ്പതിക്ക് പോകും, ഞങ്ങൾ സ്വന്തം വണ്ടിക്ക് പോയിട്ട് വരും. പക്ഷെ ഇതിപ്പോ പല ആൾക്കാരായിട്ട് നമുക്ക് കാണാൻ പറ്റി, സംസാരിക്കാൻ പറ്റി, നമ്മൾ കുടുംബമാര് പോകാൻ പറ്റി. പക്ഷെ ഇന്നലെ ഞങ്ങൾ ലഡ്ഡു മേടിക്കാൻ പോയതില് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ നമ്മുടെ ഹരിയെ കണ്ടുകൊണ്ട് നമുക്ക്, എന്നാലും ഞാൻ ചേട്ടനോന്ന് ചേട്ടൻ എല്ലാവരും കൂടെ പോകുമ്പം എന്ത് ചെയ്യും, നമുക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കല്ല ബുദ്ധിമുട്ട്, മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുമ്പോ അവർക്ക് നിങ്ങൾ കാരണമല്ലേ ഞങ്ങൾ താമസിച്ചത് എന്നൊരു മുഖം കാണേണ്ടി വരുമല്ലോ എന്ന് നമുക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അത് കഴിഞ്ഞ്
ഹരി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു നിങ്ങളെ രണ്ടുപേരെയും കാണാഞ്ഞിട്ട് കുറച്ചു നേരം ഞങ്ങളോട് നോക്കി നിന്നു, ഇതേ വണ്ടി ഇപ്പൊ പോയെന്ന് തോന്നുന്നു, നോക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് വണ്ടി വിട്ടത്. അപ്പൊ എന്നാലും എന്റെ മനസ്സിലുണ്ടായിരുന്നു, എന്നാലും ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നായിരുന്നു മോളുടെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരെ കൂടെ കൂട്ടാൻ പറ്റാത്തതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട്. പക്ഷെ ഞങ്ങൾക്ക് ആ ലഡു കിട്ടാത്തതിന്റെ പേരിൽ ഞങ്ങൾക്ക് അന്ന് അവിടെ നിൽക്കാൻ പറ്റി ഭഗവാന്റെ അടുത്ത്. അപ്പൊ പിറ്റേ ദിവസം അവര് വന്നു കഴിയുമ്പോ അവരുടെ ഒപ്പം പോവാൻ എന്നാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പിന്നെയും എല്ലാവരുടെ മുഖത്ത് നോക്കുമ്പോ എങ്ങനെയാണെന്നുള്ളൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും ഞങ്ങൾ ഇന്നലെ രാത്രി നല്ല സന്തോഷമായിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു, വർത്താനവും പറഞ്ഞ് ലഡു മേടിച്ച്. എത്ര കൗണ്ടർ കയറി ഇറങ്ങിയത് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. 10 ലഡു മേടിക്കാൻ മതി. പക്ഷെ എന്നാലും എല്ലാം എല്ലാം ഭംഗിയായി തൊഴുതു. എല്ലാവർക്കും മുരളിച്ചേട്ടനടുത്ത് ഞാനിങ്ങനെ ഈ പറഞ്ഞ പോലെ 2-3 കൊല്ലമായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് തിരുപ്പതിക്ക് പോവാം. മുരളിച്ചേട്ടൻ നല്ല പരിചയമുണ്ടെന്നുള്ള രീതിയിലാണ് നമ്മള് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു കള്ളിഷാട്ടൊക്കെ ഇട്ട ആള് കയറി വരുന്നുണ്ട്. പുള്ളി സംസാരിക്കേണ്ട അതാണ്. അപ്പൊ യേതുവിന്റെ അച്ഛനോട് പറഞ്ഞു അപ്പൊ ഇവരെ ഞാൻ കാരണമാണ് ഇവരും വരണത്. കാരണം ഞങ്ങള് സാധാരണ ഞങ്ങളുടെ വണ്ടിക്ക് തന്നെയാണ് സാധാരണ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇതുപോലെ തന്നെ പോയതാണ്. പോയി അങ്ങനെയാണ് സാധാരണ പതിവ്. അപ്പൊ എനിക്കാണെങ്കിൽ ട്രെയിൻ യാത്ര വലിയ ഇഷ്ടമില്ലാത്തതാണ്. കാരണം ഒരു ഇൻസെക്യൂർ ആണ്, പിള്ളേരെ കൊണ്ടുപോകുമ്പോഴേക്കും എനിക്കത് ശരിയാവും. അപ്പൊ ഞാനിങ്ങനെ പുള്ളിയോട് പറഞ്ഞു ഇങ്ങനെ ശ്രീപാർവതി ട്രാവൽസ് എന്ന് പറഞ്ഞ ആളുണ്ട്, മുരളിച്ചേട്ടൻ നമ്മുടെ അടുത്ത സുഹൃത്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു എനിക്ക് 3 കൊല്ലമായിട്ട് ഇപ്പൊ പുള്ളിയെ പരിചയമുള്ള ആളാണ്. അപ്പൊ അങ്ങനെയാണ് മുരളിച്ചേട്ടൻ ഇന്ന ആളാണ് മുരളിച്ചേട്ടൻ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് പറഞ്ഞു വരുമ്പോ എനിക്ക് മുരളിച്ചേട്ടനെ പല രീതിയിലും അറിയാം. സായി ചേച്ചിയായിട്ട്, പിന്നെ ഇയാള് കൃഷ്ണയിത്താണെങ്കിലും എന്റെ മരുമകന്റെ കൂടെ പഠിച്ചാണ്. അങ്ങനെയൊക്കെ വിചാരിച്ചാണ് നമ്മൾ പോണേ. എപ്പോഴും ഈ ബസ്സിന് പോവാം. അപ്പൊ ഞാനിത് എന്റെ ഒരു കണക്കുകൂട്ടൽ എന്തായിരുന്നു വെച്ചാല്, നമ്മളിപ്പോ ഈ ഓൺലൈൻ ബുക്കിംഗ് മുമ്പ് ഒരിക്കൽ ചോദിച്ചപ്പോ എന്നോട് ഒരു 1.5 മാസം മുമ്പ് നമ്മൾ ആധാറും മറ്റു സാധനമൊക്കെ തരണം, അന്ന് ഓരോ ഓൺലൈൻ ബുക്കിംഗ് എടുക്കുന്ന രീതിയിലുള്ള പരിപാടികളായിരുന്നു. അതാണെന്നാണ് എന്റെ ഒരു ധാരണയായിരുന്നത്. അത് കഴിഞ്ഞ് ഇത് നമ്മളെ ഓഫീസിൽ നിന്ന് പെൺകുട്ടി വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഇത് ടോക്കൺ ദർശനമാണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ എനിക്കിതറിയില്ല ടോക്കൺ ദർശനം എന്താണെന്നുള്ളത് നമ്മളറിയില്ല. നമ്മൾ ഓൺലൈൻ മാത്രമേ ഞാൻ ഇന്നവരെ പോയിട്ടുള്ളൂ, അല്ലാതെ പോയിട്ടില്ല. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചത് പോയി അവിടെ പോയി ഇടി കൊള്ളേണ്ടി വരുമോ, ഇത് പ്രശ്നമാവോ? കാരണം ഞാനും വൈഫും കൂടെ പോകണമെന്ന് നമുക്ക് ആരോടും സമാനം പറയണ്ട. ഇത് യാത്രകളിലവരെ കൂടി വിളിച്ചോണ്ട് വരികയാണ്. അവസാനം നമ്മളിത് മോശക്കാരനാവാൻ പാടില്ലല്ലോ. അവർ പറഞ്ഞു ഇങ്ങനെ അങ്ങനെയല്ല ചേട്ടാ, ഇത് ഞങ്ങളെല്ലാ ശനിയാഴ്ചയും പോകുന്നുണ്ട്, ഇതുവരെ അങ്ങനെ കംപ്ലൈന്റ് ഒന്നും ഉണ്ടായിട്ടില്ല, നമ്മൾ ഗ്യാരണ്ടിയാണ്. അതായത് ദർശനം നമുക്ക് ഗ്യാരണ്ടിയാണ്. അല്ലെങ്കിൽ വെറുതെ പോയി മുട്ടയടിച്ച് വരാനായിട്ട് തിരുപ്പതി പോകേണ്ട കാര്യമില്ലോ, നമുക്ക് ഇവിടെ മുട്ടയടിച്ചാൽ പോരെ. അപ്പൊ അവർ പറഞ്ഞു അങ്ങനെയല്ല, ഇത് എന്തായാലും എല്ലാവരും ഇങ്ങനെ പോകുന്നതാണ്, എല്ലാ ശനിയാഴ്ചയും പോകണം, ആർക്കും കംപ്ലൈന്റ് ഒന്നുമില്ല. ശരി എന്നാ അങ്ങനെ ആവട്ടെ. അങ്ങനെയാണ് പിന്നെ അത് തീരുമാനിച്ചത്. അപ്പൊ ഞങ്ങൾ ഇതുപോലെ തിരുവനന്തപുരത്ത് ഒരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ ഞാനും മേടിച്ചേട്ടനും കൂടി പുള്ളി ഉണ്ടായിരുന്നു. ആ പുള്ളി ഞങ്ങൾ സാധാരണ ചേട്ടൻ ഇങ്ങനെ ഞങ്ങളെല്ലാവരും കൂട്ടിയിരുന്ന 40 പേരായിട്ട് ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്ത് പോകാറുണ്ട് മുമ്പ് നേരത്തെ. അപ്പൊ അതിനുശേഷം മേടിച്ചേട്ടൻ മുടങ്ങിയിരിക്കുക, കുറെ കൊല്ലമായിട്ട് വന്നിട്ടില്ല. അത് വെറുതെ ഇങ്ങനെ മരിച്ചെടുത്ത് പോകുമ്പോഴാണ് കുറെ ഇങ്ങനെ പറയുന്നത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ തറവൂർ പാർട്ടിയുടെ അടുത്ത് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് പോകാൻ മേടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ പുള്ളി ഇങ്ങനെ ഗ്യാരണ്ടിയാ പറയുന്നത്. എന്നാൽ ശേഷം അന്ന് വിളിച്ചു ചോദിക്കും 2 സീറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുക. ആ വണ്ടിയിൽ ഇരുന്ന് തന്നെ വിളിച്ചു ചോദിച്ചിട്ടാണ് ബുക്ക് ചെയ്യണത്, ഈ 2 പേർക്കുള്ളത്. അപ്പൊ എനിക്കറിയില്ല ഇത് എങ്ങനെ ആളെ കിട്ടുമോ, അല്ല ഇനി 2 സീറ്റ് കൊണ്ട് ഉണ്ടാവോ എന്താന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു 3-4 എന്റെ അനിയന്മാരെയും എല്ലാവരും കൂടി ഞാൻ ചിലപ്പോൾ കൂട്ടിയേനെ. ഇനിയിപ്പോ അടുത്ത ട്രിപ്പിൽ എന്തായാലും അവരെ കൂട്ടുറപ്പുള്ളതായിരിക്കാം. അപ്പൊ എന്തായാലും അങ്ങനെ പോയി നമ്മൾ ചെന്നു. ഈ പറഞ്ഞ പോലെ ഈ ടോക്കൺ ദർശനത്തിന്റെ കാര്യമൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ അറിയണത്. പോയി നിന്നു, നമ്മൾ മേടിച്ചു. പിന്നെ നമ്മൾ ഒരുമിച്ച് നമുക്ക് കിട്ടിയില്ല, അത് പോട്ടെ, കുഴപ്പമില്ല. എന്നാലും വിചാരിക്കാതെ നമുക്ക് അഷ്ടമരോഹിണിയായിട്ട്, ഞാൻ ചിറ്റൂർക്കാരനാണ്, ചിറ്റൂരപ്പന്റെ സ്വന്തം ആൾക്കാരാണ്. അപ്പൊ ചിറ്റൂരപ്പനെ വീട്ടിലുള്ള ഒരു കളിയില്ല. അഷ്ടമരോഹിണിക്ക് ചിറ്റൂര് ഇതുവരെ ഇല്ലാണ്ടിരുന്നിട്ടുമില്ല. അപ്പൊ ഇത്തവണ നമുക്ക് തിരുപ്പതി ഭഗവാന്റെ ഒപ്പം അഷ്ടമരോഹിണി നമുക്ക് ആഘോഷിക്കാൻ പറ്റി. നല്ല ഗംഭീരമായ ദർശനം, നല്ല തൃപ്തിയായ ദർശനം കിട്ടി. കാര്യം കുറച്ച് തെലുങ്കുമാരെ ഇടിയൊക്കെ ഉണ്ടെങ്കിലും അതിപ്പോ അവരെ നമുക്ക് കയറിയേക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഒരു പ്രശ്നം. അപ്പൊ ഇതിൽ എനിക്കൊരു അഭിപ്രായം പറഞ്ഞു. കഴിഞ്ഞ ദിവസം മുരളിച്ചേട്ടനോട് ഇങ്ങനെ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു ഇങ്ങനെ വേറൊരു രീതിയിൽ നമുക്ക് ആന്ധ്രാപ്രദേശ് ടൂറിസമായിട്ട് എന്തോ ഇത് ചെയ്തിട്ട് നമുക്ക് ഓൺലൈനായിട്ട് കൂടി ചെയ്യാം. എന്റെ അഭിപ്രായത്തിൽ അത് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ 1200 രൂപ എന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ ഒരാളും അതൊരു ബുദ്ധിമുട്ടായിട്ട് ഇല്ല. കാരണം നമുക്ക് അത്രയും സമയവും നമ്മുടെ ബാക്കിയുള്ള നമുക്ക് സൗകര്യമാണെന്നാണ് എനിക്ക്. അപ്പൊ അത് ആ വഴിയൊന്നും നോക്കണം എന്നാണ് എന്റെ. 5500 രൂപ മുടക്കുന്ന ആൾക്ക് 1200 രൂപ വേണ്ടി മുടക്കിയെന്ന് വെച്ചാൽ ഇപ്പൊ അതിനിടെ 14,000 രൂപ എന്റെ പോക്കറ്റ് അടിച്ചു പോയ പൈസ. എനിക്ക് അതിലൊരു ബുദ്ധിമുട്ടില്ല, എനിക്ക് അതിന്റെ കാർഡ് പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മളത് തിരുപ്പതിയിൽ മുടക്കി എന്നുള്ള രീതിയിലാണ് ഞാൻ
കൂട്ടിയാണ്, അല്ലെങ്കിൽ നമുക്കത് സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിപ്പോ ഭഗവാൻ ഞാൻ ഒരു കച്ചവടക്കാരനാണ്, എനിക്ക് ഇതല്ലെങ്കിൽ വേറെ രീതിയിൽ പുള്ളി ഉണ്ടാക്കി തന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അപ്പൊ 1200 കോടി നമ്മൾ അതിൽ മുടക്കിന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല. നമുക്ക് എല്ലാവരും സേഫ് ആയിട്ടും പെട്ടെന്നായിട്ടും നമുക്ക് നിങ്ങൾക്കും ഗ്യാരണ്ടി ചെയ്യാം, നമുക്ക് ദർശനം ഗ്യാരണ്ടി ചെയ്യാമല്ലോ. അപ്പൊ അങ്ങനെ ഒരു സജഷനും കൂടി എന്റെ കയ്യിലുണ്ട്. ഭക്ഷണം ബാക്കി കാര്യങ്ങൾ എനിക്ക് ഒന്നും പറയാനില്ല. നമ്മള് ഒരിക്കലും ഞാൻ എന്നെ പറഞ്ഞ് ഞാൻ പുറത്ത് പോയി ഒരാളുടെ അടുത്ത് ഒരു സ്ഥലത്തും ഭക്ഷണം കഴിക്കാറില്ല. വീട്ടിൽ നിന്നുള്ള ഭക്ഷണം മാത്രമേ, ഹോട്ടലിൽ നിന്ന് പോലും ഭക്ഷണം കഴിക്കാത്ത ആളാണ്. എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പൊ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, വണ്ടിയിൽ കൊണ്ടുവരുന്ന ഭക്ഷണം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഞാൻ വെളുത്തുള്ളി കഴിക്കില്ല, നോൺ വെജിറ്റേറിയൻ കഴിക്കില്ല, അങ്ങനെയൊക്കെയുള്ള കുറച്ച് നിർബന്ധമുള്ള ആളാണ്. പക്ഷെ എനിക്കിതൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. വളരെ സന്തോഷം. എനിക്ക് ആ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന മാതിരി നമ്മൾ ആ ഫസ്റ്റ് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചത് തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പരോച്ചോട്ടം കൂടി ഊണ് കഴിക്കുന്നവര്, അതോടുകൂടി നിങ്ങളുടെ കയ്യിൽ വലയിൽ വീണ് കഴിഞ്ഞാൽ എനിക്ക് അതിൽ വേറെ പ്രശ്നം പറയാനില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പൊ ഞങ്ങള് 5 മക്കളാ, 5 ചേട്ടനനിയന്മാരാ, ഞങ്ങളെല്ലാവരും തിരുപ്പതിക്ക് പോകുന്നവരാണ്. പിന്നെ വേറൊരു ടൂറിനും പോവാത്ത, അമ്പലങ്ങളല്ലാതെ വേറെ സ്ഥലത്തും ടൂർ പോകാത്ത ആൾക്കാരാണ്. അത് എല്ലാ വർഷവും തിരുപ്പതി പോകുന്നവരാണ്. അപ്പൊ അതിനിപ്പോ പോകുന്നത് എന്തായാലും നിങ്ങളിലോട്ട് തന്നെയാണ്. ഇത് ഈ AP ടൂറിസത്തിന്റെ കാര്യം ഒന്ന് മനസ്സ് വെക്കാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. കടത്തിയിരിക്കുവാണ്. പിന്നെ വെച്ചാൽ ഫസ്റ്റ് വന്ന് ഈ പ്ലേറ്റ് ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞു, നമ്മൾ പറഞ്ഞത് എന്താണ് പ്ലേറ്റ് ഗ്ലാസ് ഒക്കെ ആയിട്ട് എന്താ ഉദ്ദേശം? അത് പിന്നീട് മനസ്സിലായ ശരിക്കും നല്ലത് തന്നെയാണ് അത്. കാരണം നമുക്ക് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാവില്ല. നമ്മള് ഗ്ലാസ് പ്ലേറ്റ് കൊടുത്തിരുന്നതാണ്. നമ്മൾ ഗ്ലാസ് പ്ലേറ്റ് ആൾക്കാർ വാഷ് ചെയ്യണം, കറക്റ്റാണ്. ഇത് അവനവന്റെ പ്ലേറ്റ് ആകുമ്പോൾ അവനവന്റെ ഗ്ലാസ് ആകുമ്പോൾ അവര് കറക്റ്റ് ആയിട്ട് വാഷ് ചെയ്യും, കഴിവ്. അത് മാത്രമല്ല പിന്നെ അവിടെ ഇവിടെ കിടക്കുക വലിച്ചെറിയില്ല. എന്തുകൊണ്ട് നന്നായി. പിന്നെ ദർശനമൊക്കെ എല്ലാവർക്കും ഭംഗിയായിട്ട് വിചാരിക്കുന്നു. ഇനി അങ്ങോട്ടേക്ക് പിന്നെ ആയിരിക്കും പോവുക. അത്രേ ഉള്ളൂ. സന്തോഷം. ഈ ഫസ്റ്റ് ടൈമേ നമ്മൾ കൊല്ലത്തുനിന്ന് ഞങ്ങളെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ് നിങ്ങൾ. അപ്പം നമ്മളായിട്ട് യാതൊരു പരിചയമില്ല. അത് ഫോൺ കൂടി മാത്രമായിട്ട് ബന്ധം. അത് ഞാനായിട്ട് ഫോണിൽ കൂടി ബന്ധപ്പെട്ടിട്ടില്ല. അതെ, ഓഫീസിലെ സ്റ്റാഫും മുഖാന്തരമാണ്. പിന്നെ അനിക്കുട്ടനായിട്ടാണ് കൂടുതലും പിന്നെ ബന്ധപ്പെട്ടിരുന്നത്. അപ്പൊ ഞങ്ങളെ കണ്ടപ്പോ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടി യാത്ര ചെയ്യാനായിട്ടുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു? എന്താന്ന് ചോദിച്ചാല് അതൊരു അനുഭവമാണ്, മനസ്സിലായി. ഞങ്ങളെ ആദ്യമായിട്ടാണ് എന്റെ 53 വയസ്സായി. ഈ 53 വയസ്സിൽ ആദ്യമായിട്ടാണ് ഇതൊരു ടൂർ പാക്കേജ് അറേഞ്ച് ചെയ്ത് പോകുന്നത്. അപ്പൊ അതെന്താണ് എങ്ങനെയാണെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പൊ ഇയാൾ ഈ പറഞ്ഞ പ്ലേറ്റ് എടുത്തോണ്ട് വരാൻ, ഗ്ലാസ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോ നമ്മൾ ഇതെന്തിനാണോ പ്ലേറ്റ്, ഹോട്ടലിലല്ലേ കഴിക്കുന്നതല്ല, അവര് ഫുഡെല്ലാം ഉണ്ടാക്കി കൊണ്ടുവരും. അപ്പൊ ഞാനങ്ങനെ ആലോചിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നത് കേടാവൂല, ഇങ്ങനെ പത്ത് ഐഡിയ ഇല്ല. അങ്ങനെ എന്തായാലും വന്നു. അപ്പം അവിടെ ഓറഞ്ച് ഹോട്ടലിനെ കൊണ്ടുവരുന്നു. ഞാൻ ലേട്ടൻ എനിക്കറിയില്ല ആരാന്ന് വിളിച്ചു. വണ്ടി അവിടെ കൊണ്ട് ഭാഗ്യമാണ്. അപ്പം അന്നേരമാണ് ഇദ്ദേഹം ചോദിക്കുന്നത് ഞാനാണോ അനിലിട്ടാണ് ചോദിച്ചത്, മാഡം ഒന്ന് എപ്പോഴും എന്നെ വിളിക്കുന്നത്. പറഞ്ഞ് ഞാനാണ് വിളിക്കുന്നത്. അപ്പം എൻ്റെ പേരാണ് അനിൽ, ഞങ്ങളെ പാർവതിയുടെ ആൾക്കാരാണ്. അപ്പം എല്ലാം സന്തോഷം. ഞങ്ങളെയൊക്കെ പ്രതീക്ഷയ്ക്ക് അപ്പുറം, ഒരുപാട് അപ്പുറത്താണ് ശ്രീ പാർവതി സർവീസ്. അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ ഫുഡിന്റെ കാര്യം നമുക്ക് മറക്കാൻ പറ്റില്ല. എന്നാലും പറഞ്ഞു വീട്ടിലെ ഫുഡ്, മറ്റേ ചേട്ടൻ പറഞ്ഞ പോലെ ആ പമ്പിൽ വെച്ച് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചപ്പോ തന്നെ നമ്മളെ വലയിൽ വീണ് കഴിച്ചു. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. എനിക്കെന്നല്ല, ഞങ്ങൾക്ക് 6 പേർക്ക് ഫുഡ് വളരെ ടേസ്റ്റി, സന്തോഷം. ഇനിയും ശ്രീ പാർവതി ഒരുപാട് വിവരങ്ങൾ എത്തട്ടെ. ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും കൊല്ലത്ത് ചെയ്ത്. നിങ്ങൾ ഇപ്പൊ കൊല്ലത്ത് നമുക്കൊരു ഏജൻസി ഇല്ല, നമുക്ക് തിരുപ്പതി യാത്രയുടെ ഒരു ഏജൻസി ഇല്ല. അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ നമുക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കൊരു അവിടെ നിങ്ങൾ ഫോട്ടോ മെഷീൻ അതിൻ്റെ അടുത്ത് നടക്കാനുള്ള ഒരു ബോർഡ് വെച്ചാൽ നിങ്ങൾക്ക് ഒരു മാസത്തിൽ 10-20,000 ഒന്നും കോപ്പിക്കാനുള്ള സംവിധാനം നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. അത് ഒരു 10 പേരെ നമ്മൾ തിരുപ്പതി പോകാൻ വിടുമ്പോൾ അതിൻ്റെ ഒരു ഐശ്വര്യം നമുക്കുണ്ടാവും, നിങ്ങൾക്ക് ഉണ്ടാവും. അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആണത്. അപ്പോൾ നിങ്ങളത് ചെയ്യാം. അവിടെ ചേച്ചിക്കും ചേട്ടനും നമ്മുടെ കുഞ്ഞിനെ മര്യാദയ്ക്ക് നോക്കണം കേട്ടോ. അവളെ കെയർ ചെയ്യണം. അതാണ് നമുക്ക് കൂടുതലും പറയേണ്ടത്.
ഒരു ആൺകുട്ടി എന്നുള്ള രീതിയിലുള്ള നമ്മുടെ കൊച്ചുമോളാണ്. നിങ്ങളുടെ മോളാണെങ്കിൽ ഞങ്ങളെപ്പോലെ ഞങ്ങളുടെ മക്കളെ പോലെ. പക്ഷെ അത് ശ്രദ്ധിക്കണം. നിങ്ങളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇല്ല, നമ്മളെപ്പോഴും കെയർ ചെയ്യും. നമ്മളിപ്പം ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ അയാൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോരുന്നൊക്കെ ഞാൻ വിലക്കുമായിരുന്നു. പിന്നെ നിങ്ങളായിട്ട് ഇങ്ങനെ അല്ല, അത് കുഴപ്പമില്ല. ഞങ്ങളുടെ വിട്ടത് മനസ്സിലായല്ലോ, നമുക്ക് മനസ്സിലായി. വേറെ യാത്രയിലൊക്കെ പോകുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളങ്ങ് വിടുക. നമ്മുടെ സ്വഭാവമായിരിക്കില്ല. ഇന്നലെ ഞാൻ അവിടെ ഇന്ന് രാവിലെ മറ്റേ ക്ഷേത്രത്തിൽ പോയി ഞാൻ വന്നില്ലായിരുന്നു. അപ്പൊ അന്നേരം ചെറിയൊരു വിഷയം ഞാനുണ്ടായി. ഞാൻ തന്നെ അയാളെ കൂടെ തന്നെ എപ്പോഴും കാണും. അങ്ങനെ പിന്നെ ഈ ദർശനത്തിന്റെ കാര്യം അതൊന്നും നമുക്ക് അടുത്തതിൽ നമ്മൾ ക്ലിയർ ആക്കും. അടുത്ത ട്രിപ്പിൽ നമ്മളത് ദർശനത്തിന്റെ ഓൺലൈൻ ടിക്കറ്റ് നമ്മൾ ക്ലിയർ ആക്കുന്നതായിരിക്കും. അന്നേരം ഞങ്ങൾ എന്തായാലും ഈ വർഷം എന്തായാലും നടക്കില്ല, അടുത്ത വർഷം നമുക്ക് വീണ്ടും കാണാം. പക്ഷെ ആദ്യം തന്നെ അമ്മ കറക്റ്റായിട്ട് ഭഗവാനെ കാണാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, തീർച്ചയായിട്ടും. അടുത്ത പ്രാവശ്യം നമുക്ക് ഓക്കെ. അടുത്ത പ്രാവശ്യം ഞാൻ തന്നെ കൊണ്ടുപോയി ഞാൻ അമ്മയെ കൊണ്ട് തൊഴിക്കും പറയാം. ഓക്കെ, സാരില്ല, വിഷമിക്കണം. അത് ഭഗവാൻ നമുക്ക് ആ സമയത്ത് തന്നിട്ടില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ വേറൊന്നുമില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല. ബാക്കി നമുക്ക് അമ്മയ്ക്ക് അടുത്ത പ്രാവശ്യം നമ്മൾക്ക് അമ്മയെ ഞാൻ തന്നെ കൊണ്ടുപോയി ഞാൻ തൊഴിച്ച് തരാം എന്ന് ഞാൻ നിർബന്ധപൂർവ്വം ഞാൻ പറയാം. കാരണം നിങ്ങൾക്ക് അവിടെ ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോയി തൊഴിച്ച് അമ്മയെ കൊണ്ട് തൊഴിച്ച് ഞാൻ കൊണ്ടുതരും പറയാം. നിങ്ങൾ ആരും കൂടെ വരണ്ട, ഞാൻ കൊണ്ടു തൊഴിച്ചോളാം. ഓക്കെ, വേറെ എന്തെങ്കിലും പറയണ്ട? ഒന്നും പറയാം. ഓക്കെ, ഞങ്ങള് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഫാമിലിയിൽ 6 മെമ്പേഴ്സ് ശ്രീ പാർവതിയുടെ കൂടെ ഈ ട്രിപ്പ് വന്നത്. ഓക്കെ, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഞങ്ങൾക്ക് സാധിച്ചു. ഈ ദർശനത്തിന് സ്ലോട്ട് എടുക്കുന്നതും ദർശനത്തിൽ നിന്നപ്പോഴും ചില അസൗകര്യങ്ങളൊക്കെ ഉണ്ടായി. അത് കുറച്ച് ഞാൻ ചോദിന് കണ്ടതുമില്ല, സത്യം പറയാമല്ലോ. അവിടെ ഇരുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, പിടിച്ചങ്ങോട്ട് പോന്നും പറഞ്ഞങ്ങ് തള്ളിയിട്ട് അമ്മയെ കണ്ടിട്ട് ഇരിക്കാൻ തോന്നിയ മഹാഭാവം. അങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും പൊതുവെ എല്ലാ കാര്യങ്ങളും സേവനമല്ല ഞങ്ങൾക്ക് വളരെ തൃപ്തിയായി. പിന്നെ അവിടെ ഈ ഒരു നിയന്ത്രണം വരിയൊന്നും നിർത്തത്തൊന്നുമില്ല. നമ്മളെ ഗുരുവായൂരൊക്കെ എന്ത് അതൊരു പോരായ്മയാ. അത് അവരുടെ പോലീസുകാർ ഒന്ന് ശ്രദ്ധിക്കും. എന്നിട്ട് ഈ വയ്യാത്തളുകൾ എന്ത് ചെയ്യും? ശരിയാ, സത്യം. അതുപോലെ പടി കയറാനുള്ള സൗകര്യം കൂടെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നന്നായി നടന്നു, വളരെ സന്തോഷം. ഇവിടെ ഞാൻ വലിയ പാട്ടുകാരനൊന്നും അല്ല, 2 പാട്ടുകൾ ആലപിച്ചു. പ്രോത്സാഹന സമ്മാൻ സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. എവിടെ തുടങ്ങണമെന്ന് അറിയില്ല. തുടങ്ങിക്കോ. 1 2 3 4 1 2 3 4 1 2 3 4 തുടങ്ങിക്കോ. എനിക്ക് തോന്നുന്നു മുരളിയേട്ടൻ വന്നത് തന്നെ ഈ ട്രിപ്പില് നമ്മളുടെ ഒപ്പം ജോയിൻ ചെയ്തത്. എല്ലാ ട്രിപ്പിലും പോവാറുണ്ടെന്ന് എനിക്കറിയില്ല. ഈ ട്രിപ്പില് ജോയിൻ ചെയ്തത് ട്രിപ്പിന്റെ ഒരു ഹൈലൈറ്റ് ആണ്. അതിനൊരു പ്രത്യേക നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങുമ്പോ വണ്ടി ഓടിക്കണ നമ്മുടെ സുഹൃത്ത്, പിന്നെ കൂടെയുള്ള ഹരിച്ചേട്ടൻ, അവർക്ക് വളരെയധികം നന്ദി അറിയിച്ചുകൊള്ളുന്നു. പിന്നെ പുറകിലിരിക്കുന്ന ശശിചേട്ടനും ഷിബുചേട്ടനും ഭക്ഷണം എല്ലാം വളരെ നല്ലതാണ്. ഇതിനു മുന്നേ പറഞ്ഞതുപോലെ ആദ്യത്തെ ദിവസം ഭക്ഷണം കഴിച്ചപ്പോ തന്നെ അത് മനസ്സിലായി. പിന്നെ ഇന്നലെ എന്റെ പിറന്നാളായിരുന്നു. അതിന് സദ്യ അടക്കം പായസം അടക്കം സദ്യ വെച്ചിരുന്നതിന് ശ്രീ പാർവതി ടീമിന് നന്ദി അറിയിച്ചുകൊള്ളുന്ന. പ്രിയ ഉറങ്ങണേന് പുറകില്, പ്രിയമ്മ യുഗം ഉറങ്ങണേന്. പിന്നെ അനിച്ചേട്ടനും എന്താ പറയാ, വളരെ ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് തന്നെയാണ് അനിച്ചേട്ടനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കിയുള്ള 4 ദിവസം, ഈ ട്രിപ്പ് കഴിഞ്ഞ് കിട്ടുന്ന 3 ദിവസം കൂടുതൽ കാര്യങ്ങൾ ഇരുന്ന് പഠിക്കണം. എന്നാലേ ഞങ്ങളെ പോലെയുള്ളവർക്ക് ആ 3 ദിവസം റെസ്റ്റ് എടുക്കണം. കാരണം നിങ്ങളുടെ എന്താ പറയാ, ഉറക്കമൊന്നും ശരിയാവുന്നില്ല, ബോഡി വീക്ക് ആവും. അപ്പൊ ബാക്കിയുള്ള 3 ദിവസം റെസ്റ്റ് എടുക്കുമ്പോ പഠിക്കാനും കൂടി ഉപയോഗിക്കാം. അപ്പൊ അത് ബാക്കിയുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാനും പറ്റും. പിന്നെ
ആ ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോ ഇതുപോലെ നമുക്ക് 1200 രൂപയുടെ എക്സ്ട്രാ കൊടുത്തിട്ടുള്ള ടിക്കറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് പോകുമ്പോ പ്രത്യേകം പറയണം ആരോടും ആധാർ കാർഡും ഫോണും മാത്രം കയ്യിലെടുക്കണോന്നുള്ളത്. കാരണം ഞാൻ ബാഗ് എടുത്തിട്ട് അവിടെ ചെന്നിട്ട് ഇത്തിരി ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് അപ്പൊ അമ്മമാരായാലും ചേച്ചിമാരൊക്കെ ആയാലും പോകുമ്പോൾ ഈവൻ ആ ഒരു ഹാൻഡ് ബാഗ് കയ്യിൽ കരുതുന്നത് പോലും അവിടുത്തെ ആ തിക്കും തിരക്കിന്റെ ഇടയിൽ നമ്മൾ ആ ഫെൻസിന്റെ ആ ഇരുമ്പ് വേലിയുടെ ഉള്ളിൽ കയറിയില്ലെങ്കിൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ഇതുപോലെ തന്നെ അതുപോലെ എനിക്ക് തോന്നുന്നു 10 വയസ്സിൽ താഴെയുള്ള പിള്ളേര് വരികയാണെങ്കിൽ അവരെ നമുക്ക് വണ്ടിയിൽ നിർത്തിയിട്ട് പോകാനുള്ള ഒരു സൗകര്യവും കൂടി ചെയ്യണമെങ്കിൽ നല്ലതാണ്. കാരണം ഇന്നലെ മയൂബിനെ നമുക്ക് കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അവിടെ വരെ അവനിവിടെ വണ്ടിയിൽ നിന്നാനായിരുന്നു. പിന്നെ നമ്മുടെ ഈ ലീനിയാട് ഇത് ഇത്തിരിയും കൂടി വലുതാക്കണം എന്നൊരു അഭിപ്രായമുണ്ട്. ഫ്രണ്ടിലിരിക്കുന്നവരുടെ ആ വൈറ്റ് യൂണിഫോം നല്ലതാണ്. SP ബ്രാൻഡ്, ശ്രീ പാർവതിയുടെ ബ്രാൻഡ് ലോഗോ ഒക്കെ നല്ലതാണ്. നമുക്കത് ഇതിനകത്ത് ഇത്തിരി കൂടി വീതി വെക്കണമെങ്കിൽ ലീനിയാറിൽ കളർ ഓക്കെയാണ്. നമുക്ക് ആ SP എന്നുള്ളതും കൂടി ചേർക്കണമെങ്കിൽ ചേർക്കാം. ഇത് ഒരു ഇത്തിരി വീതി കുറഞ്ഞു പോയി, അതൊരു കാര്യമാണ്. പിന്നെ എല്ലാം കൊണ്ടും നല്ലതാണ്. പിന്നെ നമ്മുടെ ഈ ട്രിപ്പ് എന്താ ഒരു സിസ്റ്റമാറ്റിക് ആക്കുന്നതിൽ ശ്രീ പാർവതി ടീം വിജയിച്ചിട്ടുണ്ട്. അത് ചെറിയൊരു കാര്യമല്ല, അതൊരു നല്ലൊരു എഫർട്ട് ഇട്ട് ചെയ്തിട്ട് അതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആക്കിയേക്കുന്നതാണ്. അതിന് ആദ്യം വേണ്ടത് ഏതൊരു ഓർഗനൈസേഷനിലും അതിന്റെ ടീം മെമ്പേഴ്സ് തന്നെയാണ്. അപ്പൊ മുരളിയേട്ടന് കിട്ടിയേക്കുന്നത് ഫ്രണ്ടിലിരിക്കുന്ന 2 പേര്, പുറകിലിരിക്കുന്ന ഭക്ഷണത്തിന്റെ 2 പേര്, അതുപോലെ കോർഡിനേറ്റർ അനിച്ചേട്ടൻ, അവരൊക്കെ വളരെ നല്ലൊരു എന്താ പറയാ ടീം മെമ്പേഴ്സ് ആണ്. അത് ആ ടീം മെമ്പേഴ്സിന്റെ ഡെഡിക്കേഷനാണ് സിസ്റ്റമാറ്റിക് പ്രോസസ്സ് പ്രോപ്പറായിട്ട് റൺ ചെയ്യാനുള്ള കാരണം. അതൊക്കെ തന്നെയാണ് പറയാനുള്ളത് മെയിനായിട്ട്. പിന്നെ ഞാൻ ഒരാഴ്ച മുന്നെയാണ് ശ്രീ പാർവതിനെ കുറിച്ച് അറിയുന്നത്. എനിക്കും പോണെന്ന് മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഇപ്രാവശ്യം വന്നപ്പോ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു 2 ദിവസം മുന്നേ ഇൻട്രൊഡക്ഷൻ നടത്തിയപ്പോൾ ഒരു 21 വർഷമായിട്ടുള്ള പെൻഡിങ് ആണ്. ഞാൻ 2003 +2 പഠിക്കുമ്പോ ഒരു 8-10 പേര് ഞങ്ങൾ പോകാൻ വേണ്ടി വണ്ടി വരെ വന്നിട്ട് വണ്ടി അടക്കാന്ന് ക്യാൻസൽ ചെയ്ത് പോണ്ടി വന്നൊരവസ്ഥയായിരുന്നു. പിന്നെ ഒരു 10-14 വർഷത്തോളമായിട്ട് ഞാൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഇടയ്ക്ക് വരുമ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു മാസത്തെ ലീവ് ഒന്നും കിട്ടാറില്ല. അപ്പൊ ഒരാഴ്ച 2 ആഴ്ചയൊക്കെയാണ് വന്നത്. ഇപ്പൊ കഴിഞ്ഞ ഡിസംബറിൽ ശബരിമലക്ക് പോകാൻ വേണ്ടി മാത്രമാണ് വന്നത് ഒരാഴ്ച. അപ്പൊ ഇപ്രാവശ്യം എനിക്ക് വരുന്നതിന് മുന്നേ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായെങ്കിലും വന്നിട്ട് 3 ആഴ്ച ഇതിനെക്കുറിച്ചൊരു പ്രോഗ്രസ് ഉണ്ടായില്ല. വീടിന്റെ മുമ്പിലൊരു ടയർ വർക്ക്ഷോപ്പ് തുടങ്ങിയപ്പോ അവിടെ എന്റെ സുഹൃത്ത് വന്നു. അവര് ഫാമിലി പരമായിട്ട് വർഷങ്ങളായിട്ട് പോണതാണ് ശ്രീ പാർവതിന്ന്. മുരിക്കുംപാടം മല്ലികാർജുന ക്ഷേത്രം, പാലത്തിന്റെ ഇടയ്ക്കില് ഗോശ്രീ, അവിടെയുള്ള കുറെ ആൾക്കാര് മുരളിയേട്ടന്റെ ഒപ്പം പോകുന്നുണ്ട്. അപ്പൊ അതിനകത്ത് എന്റെ ഒരു സുഹൃത്താണ് വന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട് ശ്രീ പാർവതി പെരുവാരത്തപ്പന്റെ മുമ്പില്. അപ്പൊ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ ചേട്ടനെ മുരളിയേട്ടനോട് വിളിച്ച് ചോദിച്ചാൽ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. വിളിച്ച് 4-5 ദിവസത്തിനുള്ളിൽ അതും ഒരു ഭാഗ്യം. ഇന്ന് ഈ ആഴ്ച തന്നെ ബസ് സീറ്റ് കിട്ടിയതും കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തുകൊണ്ടും ഹാപ്പിയാണ്. 21 വർഷമായിട്ട് പെൻഡിങ് ഉണ്ടായിരുന്നതും നമുക്ക് ഹാപ്പി ആയിട്ട് വളരെ നന്നായിട്ട് തൊടാൻ പറ്റി. ഏറ്റവും ഫ്രണ്ടിലത്തെ ക്യൂവിൽ തന്നെ ചെന്ന് യോഗ ഉള്ളത് കാരണം മുമ്പിൽ നിന്നിരുന്നത് ചേച്ചിമാരായിരുന്നു. സേവ അവരുടെ സേവ എന്താ പറയാ തിരുമല ദേവസ്വത്തിന്റെ സ്റ്റാഫ് അവിടെ ഉണ്ടായിരുന്നത്. സാധാരണ ശബരിമലയിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ 2 സെക്കൻഡൊക്കെയാണ്, 3 സെക്കൻഡ് മാക്സിമം. അവർ നമ്മുടെ പോലീസുകാർ ഇങ്ങനെ വിളിച്ചെങ്കിൽ വലിച്ചു മാറ്റും. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതും ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ കാണാനും ദർശനമൊക്കെ പറ്റിയപ്പോ എല്ലാവിധ അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും ശ്രീ പാർവതി ടീമിന് നേരുന്നു. ശ്രീ പാർവതിയിൽ ഞാൻ ആദ്യമായിട്ടാണ് യാത്ര ചെയ്ത്. ഞങ്ങൾ ഇതിക്ക് മുമ്പും ടൂർ പോയിട്ടുണ്ട്. കൊറോണയ്ക്ക് മുമ്പ് എല്ലാ വർഷവും ഞങ്ങൾ വിഷുവിന് ഞങ്ങൾ SNDP അങ്ങനെ ടൂർ പോകാറുണ്ട്. പക്ഷെ ആ ബസ്സിലെ കണ്ടക്ടറോ അല്ലെങ്കിൽ കിളിയോ ഡ്രൈവറായിട്ട് യാതൊരു മിംഗ്ലിങ്ങും ഇല്ല. ജസ്റ്റ് ഒന്ന് മിണ്ടി അത്രേ ഉള്ളൂ. ഇതങ്ങനെയല്ല, ശരിക്കും ഒരു കുടുംബം. അനിച്ചാണ്ട് പ്രത്യേകിച്ച് പറയാ, ഏത് നേരത്തും എന്നെ കുറിച്ച് പറയാനല്ല, നമ്മളിതില് ഒരു സർക്കസിനൊരു കോമാളി ഉണ്ടാവൂല, ചിരിപ്പിക്കാനും ചിന്തിക്കാനും. അത് തന്നെ ഓണർ എന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല. ഞങ്ങൾ അങ്ങനെ കൂട്ടിയിട്ടില്ല. നമ്മള് ഈ ഒരു കുടുംബം ഇപ്പൊ ഇത്രയും എല്ലാവരും VIP-കളുണ്ട്, സാധാ എല്ലാവരും ഉണ്ട്. എന്നാലും ആരുമായിട്ടും ഒരു വിഷയമില്ല. എല്ലാവരും നല്ല കമ്പനിയായിരുന്നു.
നല്ല ഹാപ്പി ആയിരുന്നു, ഭയങ്കര സന്തോഷം. പിന്നെ അമ്പലങ്ങളില് ഞങ്ങൾ അങ്ങനെ അമ്പലങ്ങളിലല്ല ടൂർ പോണത്, അല്ലാണ്ടുള്ള ടൂറിലാണ് പോണത്, ഉല്ലാസയാത്ര. കടിച്ചു പറിക്കാനുള്ള സാധനങ്ങളില്ലെങ്കിലും നല്ലൊരു ഇതായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് നമ്മളൊരു അമ്പലങ്ങളിലൊരു സന്ദർശനമായിരുന്നു. എല്ലാം അവിടുത്തെ സൂപ്പറായിട്ട് തൊഴുവാൻ പറ്റി. പിന്നെ ഈ ഗോൾഡൻ ടെമ്പിളിൽ വന്നിട്ട് എനിക്ക് പോരാൻ തോന്നുന്നുണ്ട്. പക്ഷെ അവിടുത്തെ അന്തരീക്ഷം എന്തൊരു സൂപ്പർ. അത്രയും ദൂരം നമ്മൾ ഓടിയെങ്കിലും ഒരു അത്രയും നേരം ഉണ്ടായ ആ ഇത് ക്ഷീണമൊക്കെ പമ്പ കടന്ന് നല്ല ഹാപ്പി, വളരെ സന്തോഷം. പിന്നെ ഫുഡൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയാൻ അനിച്ചേട്ടനെ ഒരു ദേഷ്യമില്ല, എല്ലാവരെയും നല്ലോണം സെക്യൂരിറ്റി ആയിട്ട് തന്നെ കൂടെ കൊണ്ടുവരുന്നു. നിങ്ങൾ ഇന്ന സ്ഥലത്ത് വന്നാൽ ഞങ്ങൾ ഇവിടെ നിൽക്കും. ഇപ്പൊ ഒരാളെ കണ്ടില്ലെങ്കിലും വൈകിയാലും പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല. ഇതില് പോരെ ഇങ്ങോട്ട് പോരെ, അങ്ങനെ ഒരു നല്ലൊരു ഇതായിരുന്നു. ഇനി ഞങ്ങൾ പോവാനുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിൽ തന്നെ വരും. ഞങ്ങള് അധികം ഉല്ലാസയാത്രയുണ്ട്. എനിക്ക് ഇനിയിപ്പോ രാമേശ്വരം പോകണം. സന്തോഷം എവിടെ ഉണ്ടോ, എന്റെ മോനെ എവിടെ പോകണ്ട, അതിലൊക്കെ ഞാനും ഉണ്ടാവും. ഇന്ന് ലോട്ടറി നമുക്ക് മുരളിച്ചേട്ടൻ എനിക്ക് പനി പിടിച്ചു. ഇന്നലെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഉച്ചക്ക് ആള് തുമ്മി ഇത് ചെയ്ത് ഇവിടെ വന്നിരുന്നു. എന്താ ഇപ്പൊ ബമ്പർ നമുക്ക് കയ്യിലായി. വേണ്ടോ ഗുളിക ചേച്ചി തന്നു. അപ്പൊ ഇതിലെ നമ്മളിപ്പോ എന്താ പറയാ, ഈ ട്രിപ്പിനെ പറ്റി റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു 10 out of 10 ഒരു 8.5 ആണ് കൊടുക്കാൻ മുരളിച്ചേട്ടൻ ടീമിന് കൊടുക്കുന്നത്. ഇതിലെ ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ പറയാം. എനിക്ക് എന്താ പറയുക, വളരെ കംഫർട്ടായിരുന്നു. പക്ഷെ കുറച്ചുകൂടെ പ്രൊഫഷൻസ് നമുക്ക് കയറണം. അതായത് ടൈം സ്ലോട്ട്, രാവിലെ നമ്മുടെ പലരും പല സമയത്ത് പല സ്ഥലങ്ങളിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി നമ്മൾ പറവൂറും തുടങ്ങുമ്പോൾ തന്നെ ആ ഗ്രൂപ്പിൽ അപ്ഡേഷൻ ഇട്ട് തുടങ്ങിയാൽ പലർക്കും അതനുസരിച്ച് അവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ ലൊക്കേഷൻ അറിയാൻ പറ്റും. അപ്പോൾ പലരും ഈ പറഞ്ഞ തന്നെ ഞാനും 9 മണി എന്ന് പറഞ്ഞാൽ 9 മണിക്ക് ആലുവിൽ നിന്നും 9:45 ആയപ്പോഴാണ് ആലുവിൽ നിന്ന് കയറിയത്. അതേപോലെ തന്നെ പല സ്ഥലത്തും നമുക്ക് കൂടുതൽ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് നമുക്ക് എനിക്ക് തോന്നുന്നു 1 മണിക്കൂറോ 2 മണിക്കൂറോ സമയം കൂടുതൽ അത് പോയിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ലൊരു സൊല്യൂഷൻ, നല്ലൊരു ഗ്രൂപ്പ്, നമ്മളിപ്പോൾ ഒരു ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ ആ ഡേറ്റ് വെച്ചിട്ട് വാട്സാപ്പ് ഗ്രൂപ്പ് പ്ലാൻ ചെയ്യുക. അതിലേക്ക് നമ്മളിപ്പോൾ ഈ പാർട്ടിസിപ്പൻ്റ് ഈ വരുന്ന എല്ലാവരും അതിൽ ആഡ് ചെയ്യുക. അതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളും അതിൽ കൊടുക്കുക. ടൈം ഞങ്ങൾ ഇത്ര സമയത്ത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, ഇന്ന ഡിലേ ഉണ്ട്, അല്ലെങ്കിൽ ബസ് സ്ലോ മൂവിങ് ആണ്, അത് കൊടുത്താൽ എല്ലാവരും കുറച്ചുകൂടി അപ്ഡേറ്റ് ആയി കിട്ടും. പിന്നെ അടുത്ത് പറയാനുള്ളത് നമ്മുടെ സ്റ്റെപ്പിൻ്റെ കാര്യമാണ്. സ്റ്റെപ്പിൻ്റെ കാര്യം വെച്ചാൽ നമ്മൾ അതിൽ ഉണ്ടാക്കുക എന്നുള്ളതല്ല, അതിൻ്റെ സൊല്യൂഷൻ ശരിക്കും താഴെ നിന്നൊരു സ്ലൈഡിങ് പോലത്തെ ഒരു സ്റ്റെപ്പ് ഏറ്റവും ബോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് നമുക്ക് വലിച്ചെടുക്കുന്ന രീതിയിൽ പറഞ്ഞാണ് ആദ്യം ആവശ്യം. പിന്നെ ഇൻ ബിറ്റ്വീനുള്ള സ്റ്റെപ്പുകൾക്കും ഒരു ചെറിയ നമുക്ക് മൂവ് ചെയ്ത് മാറ്റാവുന്ന തരത്തിലുള്ള 2 സ്റ്റെപ്പുകളും കൂടി ഉണ്ടെങ്കിൽ, ഫുൾ ലെങ്ത് ആവരുത്, നമ്മൾ പ്ലൈവുഡിൽ എന്തെങ്കിലും നമുക്ക് എടുത്തു വെക്കുന്ന രീതിയിലുള്ള സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ അമ്മമാർക്കും ബാക്കിയുള്ള എല്ലാവർക്കും വളരെ ഹെൽപ്പിംഗ് ആയിരിക്കും. പിന്നെ അടുത്തൊരു കാര്യം പറയാനുള്ളത് റൂമിൻ്റെ AC. നമ്മൾ റൂം അക്കോമഡേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ AC വേണ്ടവർക്ക് ഒരു AC ഫെസിലിറ്റി കൂടി ഉണ്ടെങ്കിൽ, കാരണം എല്ലാവർക്കും വേണമെന്നല്ല, ചൂടുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ തന്നെ ഇത്രയും സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അഡീഷണൽ പേ ചെയ്യാൻ തയ്യാറാണ് അതിൽ. അപ്പോൾ നമുക്ക് 2 കാറ്റഗറി, നമുക്കിപ്പോൾ ഈ വരുന്ന കസ്റ്റമറോട് ചോദിക്കാം നിങ്ങൾക്ക് AC റൂം വേണം, നോൺ AC റൂം വേണം. അപ്പോൾ AC റൂം വേണ്ടവർക്ക് അത് ഓപ്റ്റ് ചെയ്ത് അതിന് അഡീഷണൽ ഫീസ് മേടിച്ചാൽ അത് കംഫർട്ട് സോണായിട്ട് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ ഈ ഹോട്ടലിൽ ശരിക്കും നമ്മൾ ലിങ്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ടവലും ഈ പറഞ്ഞ സോപ്പും കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് വെക്കണം. കാരണം ഇന്നലെ കയറി അത് ഉണ്ട്, താഴെ ഇറങ്ങി എന്ന് പറഞ്ഞു, അത് ഉണ്ടാണ് അവർ ടവലില്ല സോപ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ബാക്കി എല്ലാ റൂമിലും അവർ ടവൽ ഉണ്ടായി കൊടുത്തു. ഈ ടവല് സോപ്പ് ഉണ്ടെങ്കിലും നമ്മൾ ഈ ബാഗേജിൽ ഈ 2 സാധനങ്ങൾ നമുക്ക് ക്യാരി ചെയ്യണം. കാരണം അറിയാലോ, ടവൽ ഓൾറെഡി വെയിറ്റ് ഉള്ള സാധനമാണ്, നനഞ്ഞാലും ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഓൾറെഡി ടവല് ഹോട്ടലുകാർ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു ലഗേജിൽ നിന്ന് ആ ഒരു സാധനം നമുക്ക് ഒഴിവാക്കാം. ഓക്കെ. പിന്നെ ഫുഡ് വളരെ സൂപ്പറായിരുന്നു. ഫുഡ് പ്രിപ്പയർ ചെയ്ത ചേട്ടന്മാർ വളരെ ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്തു. അത് ഫുഡ് നന്നായിട്ട്, ഞാൻ സാധാരണ 2 നേരം ഫുഡ് കഴിക്കുന്ന ആളാണ്, ഉച്ചക്ക് ഫുഡ് സ്കിപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ ട്രിപ്പിൽ 3 നേരം നന്നായിട്ട് ഫുഡ് എൻജോയ് ചെയ്തു. അത് ഉണ്ടാക്കൽ മാത്രമല്ല, അത് വിളമ്പിത്തരാനും നമ്മൾ നിർബന്ധിച്ച് കഴിപ്പിക്കാനും അത് ചെയ്ത ആ ടീമിനെ ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ സൈറ്റ് സീയിങ് വളരെ നന്നായിട്ട് സൈറ്റ് സീയിങ് നടന്നു. നമുക്കെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തന്നു, കാര്യങ്ങൾ വിശദീകരിച്ചു. അനിലും മുരളിയും കൂടി അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു തന്നു. പിന്നെ ബസ്സിൻ്റെ കാര്യം വളരെ കംഫർട്ടായിരുന്നു. ഈ ലാസ്റ്റ് സീറ്റാണെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ടെൻഷനായിരുന്നു. അപ്പോൾ സാജുവിന് കുഴപ്പമില്ല, നല്ല സാധനമാണ്, നല്ല കംഫർട്ടായിരിക്കും. ഞാൻ വളരെ കംഫർട്ടായിരുന്നു ലാസ്റ്റ് ഇതിലിരിക്കുന്നത്. യാതൊരു കുടുക്കും കാര്യങ്ങളൊന്നുമില്ല. അനാവശ്യമായിട്ടൊരു ബ്രേക്ക് പോലും ചവിട്ടാത്ത നമ്മുടെ ഡ്രൈവർ ചേട്ടനൊരു കൈയ്യടി കൊടുക്കുക എല്ലാവരും. കാരണം ഇത്ര കംഫർട്ടായിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ പോയാൽ, നമ്മൾ ട്രെയിനിൽ പോയാൽ പോലും നമുക്ക് ഈ ഒരു കംഫർട്ട് കിട്ടില്ല. നമ്മൾ ഫ്ലൈറ്റിൽ പോകുന്ന അതേ കംഫർട്ടിലാണ് നമ്മുടെ സാരഥികൾ 2 പേരും
അത് ഡ്രൈവ് ചെയ്യണത്. എത്ര ഗട്ടർ ഉണ്ടെങ്കിലും ഇതുണ്ടെങ്കിലും ഒരു കുലുക്കൂലാണ്ട് അവർ ഭംഗിയായിട്ട് അത് മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ബസ്സിന്റെ ഹൈജീനിറ്റിയും ക്ലീനിങ്ങും എല്ലാം പെർഫെക്റ്റ് ആണ്. പിന്നെ കുക്കിങ്ങിലുള്ള ശശി ചേട്ടനെയും ശിവു ചേട്ടനെയും നന്ദി അറിയിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ദർശനത്തിന് ശേഷമുള്ള വെയിറ്റിംഗ്, അതിൽ അനിൽ കാണിച്ചൊരു വളരെ നല്ലൊരു കാര്യം. കാരണം സാധാരണ നമ്മൾ ഫാമിലിയിട്ട് പോയാൽ പോലും ദർശനം കഴിഞ്ഞ് നമ്മൾ കൂട്ടം തെറ്റിപ്പോകും. നമുക്ക് പുറത്തിറങ്ങിയിട്ട് എവിടെ വെയിറ്റ് ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്രശ്നമാണ്. ഇത് പുറത്ത് ഓറഞ്ച് ഷർട്ട് ഇട്ട് കൈ പൊക്കി ചേട്ടൻ കാണുമ്പോൾ നമുക്ക് ആ ടെൻഷൻ പകുതി കുറഞ്ഞു. കാരണം ഞാനുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് പോകുന്നോളൂ. അത് ശരിക്കും എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സൗകര്യപ്രദമാണ്. അനിച്ചേട്ടൊരു ക്ലാപ്പ് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ പോലെ തന്നെ നമുക്ക് ഈ പോലെ തന്നെ ഓൺലൈൻ ദർശനം കിട്ടുമെങ്കിൽ നമ്മളിപ്പോൾ ഈ പോലെ തന്നെ 300 രൂപയുടെ കൂപ്പണോ അല്ലെങ്കിൽ വേറെ കൂപ്പണോ ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഒരു ദിവസം ശരിക്കും യാത്ര നമുക്ക് സേവ് ചെയ്യാം. നമുക്ക് ടൈം ഷെഡ്യൂൾ അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ നേരെ കാളഹസ്തി പോവാം. കാളഹസ്തി പോയിട്ട് നേരെ ഇവിടെ വരാം. ഇത് ദർശനം കഴിച്ചപ്പോൾ അതുകൊണ്ട് നമുക്ക് ശരിക്കും റൂമിന്റെ റെന്റ് വരെ ചിലപ്പോൾ ലാഭിക്കാൻ പറ്റിയേക്കാം. അപ്പോൾ അതിലൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഭംഗിയാക്കാൻ പറ്റും. പിന്നെ നമുക്കിനി കൂടുതൽ അമ്പലങ്ങൾ ഉൾപ്പെടുത്തും. ഇപ്പൊ ഇതേ ടീം തന്നെ പോകുമ്പോൾ ഓക്കെ, തിരുപ്പതി നമ്മൾ എന്തെങ്കിലും കാണും, പത്മാവതി പോവും, കാളഹസ്തി പോവും. അത് കഴിഞ്ഞിട്ടുള്ള ഈ ഗോൾഡൻ ടെമ്പിൾ ആണെങ്കിലും ഇതാണെങ്കിലും ഇതിന് പകരം 1-2 ഓപ്ഷൻസ് കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയാൽ, കാരണം അല്ലെങ്കിൽ അറിയാലോ, ഇന്ന് തന്നെ ഞാൻ സുവർണക്ഷേത്രം മറ്റേ ഗോൾഡൻ ടെമ്പിൾ ഞാൻ കയറില്ല, കാരണം ഓൾറെഡി 8 തവണ പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വരുന്നവർക്ക് സന്തോഷമായിരിക്കും, പക്ഷെ അല്ലാത്തവർക്ക് അതിനുള്ളൊരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. തിരുപ്പതി എന്നുള്ള സാധനം തന്നെ സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ അമ്പലങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, ഞാൻ അറിയില്ല. ഇപ്പൊ എന്താണ് അങ്ങനെയുള്ള അമ്പലങ്ങൾ, മധുര, മീനാക്ഷി, മറ്റേ എന്താണ് ശിവന്റെ ക്ഷേത്രം, നടരാജേശ്വരൻ ക്ഷേത്രം, അങ്ങനത്തെ അമ്പലങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒരു 3 മാസം കൂടുമ്പോൾ ഒരു ട്രിപ്പ് അങ്ങോട്ട് ആക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊന്ന് ആ വക അമ്പലങ്ങളും കൂടി ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ ടീമിൽ പോകാനുള്ള സന്തോഷം കൊണ്ടാണ് അത് ആവശ്യപ്പെടുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ ഈ ബാക്കിലുള്ള കുട്ടികളൊക്കെ ആൾക്കാരൊക്കെ പാട്ട് പാടുന്നുണ്ട്, അവരുടെ എല്ലാ സംഗതികളും കാണുന്നുണ്ട്, എല്ലാ സംഗതിയും ഞങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം വെച്ചാൽ ഈ ടിവിയിലേക്ക് നിങ്ങളെ ലിങ്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ കൊണ്ടുപോയ സാധനം കണ്ട് അപ്പൊ ആൾക്കാരെ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ശരിക്കും നമുക്ക് ഇൻക്ലിനേഷൻ പെട്ടെന്ന് വളരെ അടുത്തായിരിക്കും. അപ്പോൾ ഈ ടി വി ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് കിട്ടുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബുദ്ധിമുട്ടില്ലെങ്കിൽ അതായത് ഇപ്പൊ ഈ വന്ന ആൾക്കാർ ബാക്കിലിരിക്കുന്ന ആൾക്കാരുടെ ഒരാൾക്കാരെയും നമ്മൾ അറിയില്ല, ആരാന്താണ് പേര് പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ആളെ അറിയില്ലല്ലോ, ഭഗവതി പേര് മാത്രമേ കേൾക്കുള്ളൂ. ശബ്ദം കൊണ്ട് റെക്കഗ്നൈസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സംഗതി ചെയ്യണത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ടി വി ഉള്ള സ്ഥിതിക്ക് അത് പെട്ടെന്ന് നിങ്ങൾക്ക് പറ്റുമായിരിക്കും. പിന്നെ ഒരു കാര്യം സജഷനാണ് പറ്റുന്നത്, ഈ എല്ലാ ആൾക്കാരെയും നിങ്ങൾ ഫസ്റ്റ് നമ്മൾ ആദ്യം തന്നെ വന്നിട്ട് നമ്മൾ പെട്രോൾ ബങ്കിൽ വെച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചില്ലേ, അന്നത്തെ ദിവസം എല്ലാ ആൾക്കാരെയും വെച്ചിട്ട് പരിചയപ്പെടുത്തുന്നത് പറ്റുകയാണെങ്കിൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. ഒന്നും എല്ലാവരും അന്നൊന്നും തമ്മിൽ അങ്ങോട്ട് എല്ലാവരും അരമണിക്കൂറേ വേണ്ടുള്ളൂ. അതൊരു ഷെഡ്യൂൾ കണ്ടു കഴിഞ്ഞാൽ അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ ടിവിയുടെ സിസ്റ്റം വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക് അത് പരിചയം വന്നു വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ചെറിയൊരു കാര്യം കൂടി പറയണമെന്ന് മാത്രം.